നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ആശ്രമത്തിൽ വരുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഗുരുവിന്റെ ആവശ്യകത ഇത്രയും വലിപ്പമാണോ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ആശ്രമ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടിയത്? ഇപ്പോൾ ആശ്രമത്തിലാണെങ്കിൽ ബൈലോ തിരുത്തിയതിനെ കുറിച്ച് ഒരു വിമർശനമുണ്ട്, അഭിമന്യ ശിഷ്യപൂജിത ഗുരുസ്ഥാനത്ത് വന്നതിനെ കുറിച്ച് വിമർശിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണ് ഈ ബോധമണ്ഡലത്തിന്റെ ആ ഒരു ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ട് സ്ത്രീ എങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അത് അങ്ങനെ വല്ല നിർദ്ദേശങ്ങൾ സ്ത്രീക്ക് കിട്ടുന്നുണ്ടോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ? അത് കാരണം ഇപ്പൊ ഇവിടെ അധികാരികളെയൊക്കെ വിമർശിക്കുന്നുണ്ടല്ലോ സ്ത്രീ, അപ്പൊ അതൊക്കെ ഏതൊരു തലത്തിൽ നിന്നുകൊണ്ടാണ്, അത് എങ്ങനെയാണ്? സമയത്ത് തന്നെ അന്നത്തെ അധികാര സ്വഭാവത്തിലുള്ളവർ അനുസരിക്കുന്നില്ല എന്ന് ഗുരു എത്ര പ്രാവശ്യം പറഞ്ഞേക്കുന്നു. എന്നിട്ട് ഗുരു പറഞ്ഞേക്കുന്നത് ഞാൻ ഉള്ളപ്പോൾ പോലും അനുസരിക്കുന്നില്ല. ആ ഗുരു ആ ഇതിൽ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഞാനില്ലെങ്കിലോ? അതെല്ലാം ഗുരു എല്ലാം ഇട്ടുടച്ചിട്ടങ്ങ് പോയി, എല്ലാം തുടങ്ങി വെച്ചിട്ട് ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാക്കിയിട്ട് പോയോ എന്നുള്ള രീതിയിൽ ഗുരുവിനെ പരിഹസിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഭാവത്തിൽ നിന്ന് തിരുത്തപ്പെടാത്തവരെല്ലാം ഈ സ്ഥാനത്ത് നിന്നൊക്കെ ഉചിതമായ സമയത്ത് മാറ്റേണ്ടതാണ്. അത് ഗുരു മാറ്റുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രവീൺ ചേട്ടന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്ത്രീക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ അവരൊന്നും അഡ്മിറ്റ് ചെയ്യില്ല, ചേട്ടൻ വാ ഞാൻ ശരിയാക്കി തരാം, എന്നോടൊപ്പം വാ. ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ, അപ്പോൾ അദ്ദേഹം പേടിച്ചു പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ സൂക്ഷ്മ സ്വഭാവത്തിൽ ഈ നമ്മുടെ ജീവൻ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് പോയില്ലെങ്കിൽ ഈ ആസ്ട്രൽ ബോഡി ഈ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. പിതൃലോകത്തേക്ക് പോകാതെ ഈ ആസ്ട്രൽ ബോഡി സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോ ശ്രീ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ആളുകൾക്ക് ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും പരാതികളും ഒക്കെയാണ്. അപ്പൊ അത് മനഃപൂർവ്വമല്ല, അത് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണല്ലോ എല്ലാവരും അങ്ങനെ സംശയങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അപ്പോ ഇപ്പൊ ഗുരുമാർഗത്തിൽ വരുമ്പോഴാണെങ്കിലും ഇത് എടുക്കുന്ന ഒരു രീതി വരുമ്പോൾ എപ്പോഴും സംശയങ്ങളും പ്രശ്നങ്ങളുമാണ്, പരാതികളുമാണ്. അപ്പോൾ സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ ഒരു മൈൻഡ് ഉപയോഗിക്കാതെ ഇത് ചെയ്യണമെന്ന് പറയും. പക്ഷെ അത് സാധാരണക്കാരെ സംബന്ധിച്ച് അത് ശരിക്കും നടക്കുന്ന കാര്യമാണ്. കാരണം ഈ മൈൻഡ് ഉപയോഗിക്കാതെ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? അപ്പൊ എന്താ ഇതൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. മൈൻഡ് ഉപയോഗിക്കാതെ നമ്മൾ ചെയ്യണമെന്ന് സ്ത്രീ പലപ്പോഴും പറയുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഈ മൈൻഡ് ഉപയോഗിക്കാതെ നമ്മൾ ജീവിക്കണമെന്ന് പറയുന്നത്? അത് പിന്നെ ഉപയോഗിക്കാനുള്ളതല്ലേ മൈൻഡ്? സദ്ഗുരു ശരണം. ഇപ്പോൾ ഈ വിഷയം തീർച്ചയായിട്ടും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആന്തരിക, ഇപ്പം ഞാൻ നമ്മുടെ ഒരു ആന്തരിക അവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ മറ്റൊരാൾ എങ്ങനെ ഇതിനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ ഈ എഴുതി ഫലിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ മൈൻഡ് ഉപയോഗിക്കാതെ എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് എന്നുള്ള ഒരു ജീവിതം. അപ്പം നമ്മൾ ഈ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ്റെ ഒരു ചിത്തവൃത്തി അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മഗതിയായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചിന്തകൾക്കനുസരിച്ചുള്ള ഈ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ മൈൻഡ് നമ്മളെ ഉപയോഗിക്കുന്നു എന്ന് പറയാം. അപ്പോൾ മൈൻഡ് നമ്മളെ ഉപയോഗിക്കുകയാണ്, നമ്മൾ പോലും അറിയപ്പെടാതെ. കാര്യം നമ്മുടെ ഉള്ളിൽ ഒരു ഞാൻ ഭാവം, ഈ ചിന്തകൾ ഇങ്ങനെ ചലിക്കുമ്പോൾ ഈ ചിന്തിക്കുന്നവൻ എന്നുള്ള രീതിയിൽ ഒരു ഞാൻ ഉണ്ടാവുകയാണ്. അപ്പം ഇത് അഹന്തയാണ്. ഇതിനെയാണ് അഹന്ത എന്ന് പറയുന്നത്. ഈ അഹന്ത എന്ന് പറയുന്ന ഈ സെൻറ്റർ ഈ ചിന്തകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇയാളുടെ വ്യക്തിത്വവും ഇയാളുടെ പെരുമാറ്റവും രീതികളും എല്ലാം ഇയാൾക്ക് വരുന്ന ചിന്തകൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. അതായത് ഈ ചിന്തകളുടെ ഭാഗം തന്നെയാണ് ഈ അഹന്തയും. ഈ ഞാനെന്ന് പറയുന്ന ഭാവം ചിന്തകളുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ അയാളൊരു കർമ്മഗതിയിൽപ്പെട്ടാണ് നിൽക്കുന്നത്. അയാൾക്ക് എല്ലാ തരത്തിലുള്ള അൺകോൺഷ്യസ് മൈൻഡിൻ്റേതായ ടെൻഡൻസികളും ഉണ്ടാവും. അതായത് ജലസി, ഗ്രീഡ്, വയലൻസ്, ഇങ്ങനെയുള്ള എല്ലാ തരം സ്വാർത്ഥത വളരെയധികം ഇത്തരത്തിലുള്ള ഈ അഹന്താ സ്വരൂപത്തിൽ വികസിക്കുന്ന ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ പ്രാർത്ഥനകളും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനകളും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരാളുടെ അഹന്താ സ്വരൂപത്തിലാണ് എനർജി കിട്ടുന്നത്. അപ്പോൾ ഇത് വികസിക്കുമ്പോൾ ഇയാൾക്ക് ഒരുപാട് കൺഫ്യൂഷനും പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പോൾ ഈ ഒരു ഗുരുമാർഗത്തിൽ പ്രോപ്പറായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ അഹന്ത സ്വരൂപത്തിന് കംപ്ലീറ്റ് ഹാലൂസിനേഷനും ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ ഈ പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നത് ഒരർത്ഥത്തിൽ നല്ലതാണ്. കാരണം ഈ അഹന്തയുടെ പ്രോബ്ലം നമുക്ക് കാണാനും അഹന്തയെ വിട്ട് ട്രാൻസെൻഡ് ചെയ്ത് ഉയർന്ന തലത്തിലേക്ക് കടക്കാൻ നല്ലതാണ്. പക്ഷെ പലരും അങ്ങനെ ഒരു രീതിയിൽ കടക്കാറില്ല.
പലരും ഈ ഒരു സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് ഈ മനസ്സ് പറയുന്നതിനനുസരിച്ച് ഈ മനസ്സ് കാണിച്ചു കൊടുക്കുന്ന ഇഷ്യൂസും പ്രോബ്ലങ്ങളും പരാതികളും ഇങ്ങനെ സെൽഫിഷ് ആയിട്ടുള്ള തോട്ട്സുകളും അസൂയ ജലസി ഇങ്ങനെ പലതരത്തിലുള്ള തോട്ട് പ്രോസസ്സാണ് ഇവരെ ഇത്തരക്കാരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാൾസ് ആയിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന റിയൽ ആയിട്ടുള്ള ഞാനിന് പകരം ഫാൾസ് ആയിട്ടുള്ള ഞാൻ, നമ്മളിൽ ഇരിക്കേണ്ടടുത്ത് ആൾ കയറി ഇരുന്നില്ലെങ്കിൽ പട്ടി കയറി ഇരിക്കുമെന്ന് പറയുന്ന പോലെ ഒരു ഫാൾസ് ആയിട്ടുള്ള ഞാനാണ് അഹന്ത. അപ്പോൾ ഈ അഹന്തയ്ക്ക് ഒരു പരിവർത്തനം വരുത്തുന്നതാണ് ആധ്യാത്മിക രംഗത്തുള്ള ഫസ്റ്റ് പടി. അതായത് ഈ ബോധമില്ലാതെ അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സ് നമ്മളെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നമ്മളൊരു മെഷീൻ പോലെ ഒരു പ്രോഗ്രാംഡ് മെഷീൻ പോലെ പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ നിന്നും ഒരു അവബോധം, ഒരു ഉണർച്ച, ഒരു അവബോധം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ ഒന്നും നോക്കാതെ നമ്മളെ തന്നെ ആദ്യം നോക്കണം, അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ, താൻ ആരാണെന്ന് തിരിച്ചറിയണം. അപ്പോൾ താനും തൻ്റെ ചിത്തവൃത്തികളും തൻ്റെ ചിന്തകളും തൻ്റെ സ്വഭാവങ്ങളും തൻ്റെ പെരുമാറ്റങ്ങളും നമ്മളെല്ലാം മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതാണ് കേൾക്കുന്നത്. പക്ഷേ നമ്മൾ സംസാരിക്കുന്നതിനെ കൂടെ നമ്മൾ കേൾക്കണം, ഒബ്സർവ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ചിന്തകൾ ഒബ്സർവ് ചെയ്യണം, നമ്മുടെ ഉദ്ദേശങ്ങൾ, ലക്ഷ്യങ്ങൾ, മോട്ടീവ്, ഇതിനെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മൾ ആരാണെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ഓരോ റിലേഷൻഷിപ്പിലൂടെയും ആക്ച്വലി നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിന് വരെ നമ്മളെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ റിലേഷൻഷിപ്പ് നമുക്കൊരു മിററാണെന്നാണ് പറയുന്നത്, നമ്മളെ കാണാനുള്ള. കാര്യം നമുക്ക് നേരിട്ട് നമ്മളെ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വരുന്ന ഈ റിലേഷൻഷിപ്പിലൂടെ നമ്മൾ പെരുമാറുന്നത് അങ്ങോട്ടുള്ള റിയാക്ഷൻസിലൂടെയാണ് നമ്മളെ പഠിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് ഒരു ഒബ്സർവേഷൻ കറക്റ്റായിട്ട് വരുമ്പോൾ ഒരു ബോധം വികസിക്കുകയാണ്. ഈ ബോധം വികസിക്കുമ്പോൾ മൈൻഡിനെ ഉപയോഗിക്കുകയാണ്, അല്ലാതെ മൈൻഡ് ഇയാളെ ഉപയോഗിക്കുകയല്ല. നമ്മൾ മൈൻഡിനെ വേണ്ട രീതിയിൽ നമ്മൾ നല്ല ചിന്തകളും നല്ല കാര്യങ്ങളുമായിട്ട് നമ്മൾ മൈൻഡിനെ ഉപയോഗിക്കുന്നു, നമ്മളെ മൈൻഡ് ഉപയോഗിക്കുകയല്ല. അതാണ് ആ വ്യത്യാസം. അപ്പോൾ ഈ ബോധം വരുമ്പോൾ റിയൽ ആയിട്ടുള്ള ഞാൻ, മറ്റേത് ഫാൾസ് ആയിട്ടുള്ള ഞാൻ. അപ്പോൾ ഈ റിയൽ ആയിട്ടുള്ള ഞാൻ സെൽഫ് റിയലൈസേഷനിൽ വന്നു കഴിയുമ്പോൾ ഈ ഞാനിൻ്റെ പരിവർത്തനം, ഈ ഞാനിന് ആ പരമബോധവുമായിട്ട് പരിണമിക്കുമ്പോൾ അല്ലെങ്കിൽ തൻ്റെ ഗുരുസ്വരൂപമായിട്ട് പോകുമ്പോൾ ഉള്ള മാറ്റം എങ്ങനെയാണെന്നുള്ള അതിനെക്കുറിച്ചൊന്നും നമ്മൾ കടക്കുന്നില്ല. കുറഞ്ഞ പക്ഷം നമ്മൾ ഈ ബോധ സ്വഭാവത്തിലുള്ള ഒരു ഞാൻ ഭാവത്തിലേക്ക് വികസിക്കണം. അവിടെ വികസിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഞാൻ സെൽഫിഷ് അല്ല. അതൊരു ഞാനെന്ന ഭാവം, നമുക്കൊരു വ്യക്തിബോധം ഉണ്ടെങ്കിൽ പോലും അതൊരു കളക്റ്റീവായിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് എല്ലാം ചിന്തിക്കുന്നത്. കാര്യം തന്നെയും തൻ്റെ ചിന്തകളെയും തൻ്റെ കള്ളത്തരങ്ങളും കാപട്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്ന ഈ വ്യക്തിത്വം ഒരു നിസ്വാർത്ഥമായ സ്വഭാവത്തിൽ കളക്റ്റീവായിട്ടുള്ള ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അയാളുടെ ഓരോ തോട്ട് പ്രോസസ്സും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ ബോധം വികസിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഓരോ വിഷയങ്ങളെ എടുക്കുമ്പോഴും ആ ബോധത്തിൻ്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്നേഹവും കരുണയും നല്ല ക്വാളിറ്റീസ്, നല്ല വൈബ്രേഷൻസിലേക്ക് നമ്മൾ ഉയരും. അപ്പോൾ പിന്നെ നമ്മൾ ഓരോ വിഷയങ്ങളെ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ആ നല്ല ഫീലിങ്സിനനുസരിച്ചായിരിക്കും തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോൾ എല്ലാ കാര്യങ്ങളോടും ഒരു കരുണയോടും സ്നേഹത്തോടും വളരെ പോസിറ്റീവായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡോടു കൂടി നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങളെ തീരുമാനിക്കും. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഇല്ല, ക്ലാരിറ്റിയാണ്. കാര്യം ഈ മനസ്സിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ളൊരു അഹന്തയായിട്ടിരിക്കുമ്പോൾ അവിടെ കൺഫ്യൂഷനാണ്. എല്ലാം ഇങ്ങനെ മനസ്സ് കാണിച്ചു തരുന്നതിനനുസരിച്ച് ഇങ്ങനെ ബലിയാടെന്ന് പറയുന്നൊരു അവസ്ഥയിലെന്ന് ചുമ്മാ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും, പക്ഷേ നമ്മൾ ബലിയാടുകളായിക്കൊണ്ട് ഈ കർമ്മഗതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റത് ഈ ബോധ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ കർമ്മങ്ങളെല്ലാം ഫിനിഷ് ചെയ്യുകയാണ്. അങ്ങനെയാണ് നമ്മൾ ജീവനെ മുക്തിപ്പെട്ടു പോകുന്നത്. അപ്പോൾ ആ ഒരു ബോധത്തിൻ്റെ ഭാഗത്ത് വന്ന് നമ്മൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി സ്നേഹമയമാക്കി ഉചിതമായിട്ട് പെരുമാറാൻ. അപ്പോൾ ഈ ബോധഭാഗത്ത് വരുന്ന ഒരാൾ എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാവരും പറയും സ്നേഹം കരുണ അല്ലെങ്കിൽ ഇന്ന രീതിയിലേ പെരുമാറാവൂ. അങ്ങനെയല്ല. അയാൾക്ക് ഉചിതമായിട്ട് ഓരോ സിറ്റുവേഷനിലും, ഇപ്പോൾ വഴക്കാണെങ്കിൽ വഴക്ക്, സ്നേഹമാണെങ്കിൽ സ്നേഹം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എന്താണ് ഒരു സാഹചര്യത്തിന് ഉചിതം അതുപോലെ അയാൾക്ക് പെരുമാറാൻ കഴിയും. അയാൾ അൺപ്രഡിക്റ്റബിളാണ്. അയാളുടെ ഓത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും. അപ്പോൾ കാര്യം അതാണ് ഉചിതം. ആ ഉചിതമായിട്ട് പെരുമാറുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു വെച്ചേക്കുന്നോ കണ്ടു വെച്ചേക്കുന്നോ കേട്ടു വെച്ചേക്കുന്ന പോലെ പെരുമാറുകയല്ല, ഉചിതമായിട്ട് പെരുമാറുക, വേണ്ട സാഹചര്യത്തിൽ ഉചിതമായിട്ട് പെരുമാറുക, ഫിനിഷ് ചെയ്യുക കാര്യങ്ങൾ. അതിനുശേഷം നമ്മുടെ ജീവബോധത്തിനെ പരമബോധത്തിലേക്ക്, അവിടെ നിന്നാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി തുടങ്ങുന്നത് പോലും. മറ്റതെല്ലാം നമ്മൾ ഈ അഹന്താ സ്വരൂപത്തിരുന്നുകൊണ്ട് നമ്മൾ പലതും ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നു. പക്ഷേ ഈ ബോധഭാഗത്ത് എത്തിയിട്ടാണ് റിയൽ സ്പിരിച്വാലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് പോലും. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നില്ലേ കൺഫ്യൂഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നാലേ നമുക്ക് ഈ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ആധ്യാത്മിക രംഗത്തൊക്കെ ഒരു ക്ലാരിറ്റിയും നമുക്കതൊക്കെ സംസാരിക്കുക. മറ്റ് വ്യക്തികളൊക്കെ വളരെ സെൽഫിഷ് ആയിട്ടാണ് സംസാരിക്കുന്നത്, അഭിനയിക്കുമായിരിക്കും, പല നന്മയെന്നും മറ്റ് പല കാര്യങ്ങളും നമ്മൾ പറയും. പക്ഷേ എല്ലാം അഭിനയമാണ്. ഈ തിങ്കിങ് തോട്ട് പ്രോസസ്സിൻ്റെ ഭാഗത്ത് കിടക്കുമ്പോൾ
ഈ ബോധഭാഗത്ത് വികസിക്കുന്നവർ വളരെ ചുരുക്കിയ, വളരെ റയറാണ്. ആധ്യാത്മിക രംഗത്ത് പോലും, ഭൗതികമായ രംഗത്ത് പോലും നമ്മൾ ഈ കണ്ടും കേട്ടും പഠിച്ചു വെച്ചേക്കുന്ന ഡോക്ടർമാരും പ്രൊഫസർമാരും സയൻറ്റിസ്റ്റുകളും എല്ലാവരും ഈ തിങ്കിങ് പാറ്റേണിൻ്റെ മിക്കവാറും മെജോറിറ്റിയും ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ അറിവുകളും ബയാസ്ഡ് ആണ്. ഈ പറയുന്ന കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കിയും പഠിച്ചുമായിട്ടുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള അറിവിൻ്റെ ബേസിൽ നിന്നാണ് എല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വ്യക്തികളും ഈ ആധ്യാത്മികമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ചും മനസ്സിലാക്കിയും കേട്ടും കണ്ടും ഒക്കെ ഇങ്ങനെ ചിന്തിച്ചും ആലോചിച്ചും ഒക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞ് ഇപ്പോൾ സ്പിരിച്വലായിട്ട് ഇപ്പോൾ ആധ്യാത്മിക രംഗത്ത് പ്രത്യേകിച്ച് നമ്മുടെ ആശ്രമ സ്വഭാവത്തിലൊക്കെ നമ്മൾ നിരന്തരം കാണുന്നതാണ്. ഒരുപാട് പേര് അവരവർക്ക് മനസ്സിലായ കാര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി ഒരു പുതിയ ബോധം. അപ്പോൾ ഈ ഒരു പുതിയ ബോധം ഉണ്ടാകുന്നതിനെ കുറിച്ച് ഗുരു വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് വളരെ ശ്രദ്ധയോടെ ഇൻറ്റൻസ് ആയിട്ട് കർമ്മം ചെയ്തുകൊണ്ട് ഗുരുഭക്തി കൊണ്ട് പ്രാർത്ഥിച്ച് ഒക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഇതിന് മാറ്റം വരും. ഇപ്പോൾ തന്നെ യോഗ മാർഗങ്ങളിലൊക്കെ പോകുമ്പോഴായാൽ പോലും അവർ തന്നെ പറയും, ഈ കുണ്ടലിനി എന്നൊക്കെ പറയുന്ന എനർജിയൊക്കെ റൈസ് ആകുമ്പോൾ ഒരു ഗുരുമാർഗത്തിൽ പ്രോപ്പർ അല്ലെങ്കിൽ ഇത് ഫോൾസ് ആയിട്ട് പോയി ഹാലൂസിനേഷനും ഭ്രാന്തും ഒക്കെ ഉണ്ടാക്കും. അതുപോലെ തന്നെ അഖണ്ഡനാമം, നമ്മുടെ ആശ്രമത്തിലാണെങ്കിലും അഖണ്ഡനാമ സ്വഭാവത്തിലൊക്കെ ഉള്ള നല്ല ഇത്രയും പോസിറ്റീവായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വിശ്വാസി എന്ന തലത്തിൽ ഇത് ഓക്കെയാണ്, ജനറലായിട്ട് കോമൺ ആയിട്ട്. പക്ഷേ കുറച്ച് ഡെവലപ്പായിട്ട് വരുമ്പോൾ ഇത് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഹാലൂസിനേഷനും ഭ്രാന്തും ഈ അഹന്തയൊക്കെ അങ്ങോട്ട് വേറൊരു രീതിയിലായിട്ട് മാറിയിട്ട് കംപ്ലീറ്റ് പ്രോബ്ലങ്ങളായിരിക്കും. അപ്പോൾ അവിടെയാണ് ഈ ഗുരുക്കന്മാരെ വന്ന് കണ്ട് ആ ഗുരു സാമീപ്യത്തിലൂടെ ഇതിനെ ന്യൂട്രലൈസ് ആക്കി ഈ എനർജിയൊക്കെ ശുദ്ധമാക്കി അഹന്തയുടെ സമൂലമായ പരിവർത്തനം ഗുരു സംസർഗത്തിലൂടെ മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ്. അപ്പൊ ഞാനും ചോദിച്ചോട്ടെ, നമ്മുടെ ആശ്രമ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടിയത്? ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ചെറുപ്രായത്തിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നു, വളരെ ഇൻറ്റൻസ് ആയിട്ടൊക്കെ ഒരു മടിയോ അലസതയോ ഒന്നുമില്ല, വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് നമ്മുടെ പല ക്വാളിറ്റീസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും നമുക്ക് അത് നമ്മളിലൂടെ സംഭവിക്കുന്നതായിട്ട് അല്ല, ഒരു ഈഗോയിസ്റ്റിക് ആയിട്ട് ഒരു അഹന്താ സ്വഭാവത്തിൽ നമുക്ക് ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു +2 കാലഘട്ടത്തിലേക്കൊക്കെ ആയപ്പോൾ നമുക്ക് പെട്ടെന്ന് പല കൺഫ്യൂഷൻസ്, അതായത് നമ്മുടെ ഒരു മൈൻഡൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ, രണ്ട് തരത്തിലുള്ള ഒരു ബോധവും മൈൻഡും ഒക്കെ ആയിട്ട് രണ്ട് തരത്തിലൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴാണ് സത്യം പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് പല രീതിയിലുള്ള ഭയങ്ങൾ, നിരാശകൾ, ഫ്രസ്ട്രേഷൻ, മാനസികമായിട്ടുള്ള നമ്മുടെ ഒരു മാറ്റം. അപ്പോൾ അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ ആ സമയത്ത് എനിക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഒക്കെ മൊത്തം പോയി. നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ജീവിക്കണമെന്നൊക്കെ ഉള്ളൊരു കാര്യത്തിലൊരു ഉറപ്പില്ലാതായി. അപ്പോഴാണ് ഞാനിങ്ങനെ ആധ്യാത്മിക രംഗത്തേക്ക് തിരിയുന്നത്. കാര്യം ആധ്യാത്മിക രംഗത്ത് ഞാൻ യാദൃച്ഛികമായിട്ട് ചില പുസ്തകങ്ങൾ വായിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ ആധ്യാത്മിക രംഗത്താണ് ഇതിനെല്ലാം സൊല്യൂഷൻ, മൈൻഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോസിറ്റിവിറ്റിയുടെയും ഒരു സൊല്യൂഷൻ ആധ്യാത്മിക രംഗത്താണെന്ന് മനസ്സിലാക്കി നമ്മളിങ്ങനെ ഗുരുമാർഗത്തിലേക്ക് തിരിയുമ്പോൾ ഈ ആദ്യം ഞാൻ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിന് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പിരിച്വലായിട്ട് നമുക്ക് ആധ്യാത്മിക രംഗത്ത് വികസിക്കാൻ പറ്റൂ. അപ്പോൾ മൈൻഡിനൊരു ക്ലാരിറ്റി വരണമെങ്കിൽ നമ്മൾ ചിത്തശുദ്ധി വരണം, നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം, അതിന് നിഷ്കാമ കർമ്മം ചെയ്യണം. നമ്മൾ നല്ലവണ്ണം കർമ്മം ചെയ്ത് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് ചിത്തശുദ്ധി വരൂ. ആ ചിത്തശുദ്ധി വന്ന കോൺഷ്യസ്നെസ്സിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രകാശം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവും. മറ്റേ നമുക്ക് മൈൻഡിൻ്റെ തലത്തിലുള്ള അനുഭവങ്ങളാണ്, നമ്മുടെ കോൺഷ്യസ്നെസ് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ശാസ്ത്രീയമായിട്ടാണ് ഇപ്പോൾ ഗുരു സംസർഗത്തിലൂടെയുള്ള വശങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം നമ്മുടെ പ്രവൃത്തി, ഇപ്പോൾ ഗുരുവിനോട് ഞാൻ ചോദിച്ചു, ഞാൻ ആശ്രമത്തിൽ കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു നിനക്ക് എവിടെ വേണോ കർമ്മം ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ അടുക്കളയിൽ കർമ്മം ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ അന്ന് കർമ്മം ചെയ്യുമ്പോൾ അന്ന് നമ്മൾ അടുക്കളയിലൊക്കെ വരുമ്പോൾ അവിടെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഓരോരുത്തരാണ്, പല സെക്ഷൻ. ഇപ്പോൾ വിളമ്പുന്ന ഒരു സെക്ഷൻ, അത് ക്ലീൻ ചെയ്യുന്ന ഒരു സെക്ഷൻ, അല്ലെങ്കിൽ അടുക്കളയിൽ കുക്കിങ്ങിനായാലും ഇപ്പോൾ കഞ്ഞി ചോറൊക്കെ വെക്കുന്ന ഒരു സെക്ഷൻ, കറികൾ, പായസം, അങ്ങനെയൊക്കെ അരിയുന്നത്, ഇതെല്ലാം പല സെക്ഷനാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം, ഞാൻ അന്നത്തെ കാലത്ത് ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നോൺ സ്റ്റോപ്പായിട്ട് ചെയ്യുമായിരുന്നു. അടുക്കളയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലീൻ ചെയ്യുന്നതും ചോറ് വയ്ക്കുന്നതും കഞ്ഞിയും മറ്റേ കപ്പയും, അതേസമയം വിളമ്പാൻ പോവുകയും അതിനുശേഷം പിന്നെ അവിടെ എല്ലാം തൂക്കുന്നതും, അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്ക് അന്ന് നല്ല ആരോഗ്യമാണ്. കാര്യം നമ്മൾ ഈ കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ചെറുപ്പത്തിൽ നല്ല ആരോഗ്യമാണ്, ഫിറ്റാണ്. അപ്പം നോൺ സ്റ്റോപ്പായിട്ട് നമ്മൾ ഓടി നടന്ന് എല്ലായിടത്തും ചിന്തിക്കാതെ, നമ്മൾ ചിന്തിക്കാൻ സമയം കൊടുക്കുന്നില്ല, മനസ്സിന് മാക്സിമം ഒഴിവാക്കിയിട്ട് നമ്മൾ കർമ്മത്തിലാണ്, ഫുൾ ആക്ടിവിറ്റി. അതിനുശേഷം സഹകരണ മന്ദിരത്തിൽ പോയി ദീപം കത്തിക്കുന്നു, പിന്നെ പ്രസാദം മറ്റേ ഭസ്മം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതിനുശേഷം അവിടെ ക്ലീൻ ചെയ്യുന്നു, പിന്നെ നേരെ പോയി ആരാധന കൂടുന്നു, അതിനുശേഷം ധ്യാനിക്കുന്നു, പിന്നെ
പ്രാർത്ഥനാഞ്ജലിയും ഇതെല്ലാം കഴിഞ്ഞ് അവസാനം കിണറിൽ വെള്ളം കോരി നിറയ്ക്കുന്നു. അതായത് നമ്മുടെ അടുക്കളയിൽ അടുത്ത ദിവസം കഞ്ഞിക്കുള്ള വെള്ളം ഒക്കെ കോരി നിറയ്ക്കുന്നു. അങ്ങനെ പിന്നെ രാത്രി കഞ്ഞിയും വിളമ്പി അത് ക്ലീനൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നോൺ സ്റ്റോപ്പായിട്ട് കുറേ കാലം ഇൻറ്റൻസ് ആയിട്ടൊരു കർമ്മം ചെയ്യുന്ന ഒരു സ്വഭാവം വന്നു. പിന്നീട് നമ്മൾ എരുത്തിൽ പോകുമ്പോഴും അവിടെയും ഇങ്ങനെ ഓരോരോ സെക്ഷനാണ്. അപ്പോൾ ഓരോരോ സെക്ഷനിലുള്ളവർ ഓരോ കർമ്മങ്ങൾ പല പല കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പശുവിനെ കുളിപ്പിക്കുന്നതാകട്ടെ, ക്ലീൻ ചെയ്യുന്നതാകട്ടെ, ചാണകം പാരുന്നതാകട്ടെ, കാടി കൊടുക്കുന്നത്, പുല്ല് വെട്ടുന്നതും, പശുവിനെ കറക്കുന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറി മാറി നോൺ സ്റ്റോപ്പായിട്ട് ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യാതെ എല്ലാം ഓടി നടന്ന് ചെയ്യും. അപ്പോൾ അങ്ങനെ നിന്ന ഒരു സമയത്താണ് ആക്ച്വലി എന്നെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി ഉണ്ടായത്. മൈൻഡ് എന്ന് വെച്ചാൽ ഇത്രയും നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് ഈ കർമ്മത്തിലങ്ങ് മുഴുകിയപ്പോൾ മൈൻഡിനൊരു ക്ലാരിറ്റി വന്നു. ഒരു സമയത്ത് ഞാൻ ഇതേപോലെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്നും കിട്ടിയില്ലല്ലോ, അനുഭവങ്ങളൊന്നും വന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു നിരാശ വരികയും ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി ജീവിതകാലം മൊത്തം ഈ കാടിയും കൊടുത്ത് ഇവിടെയൊക്കെ കഴിഞ്ഞുകൂടാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇത്രയും ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ എന്തിനും തയ്യാറായി, നമുക്ക് ഈ ലൈഫ് പോലും നമുക്ക് വലിയ കാര്യമായിട്ട് കാണാതെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ അങ്ങ് സമർപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൈൻഡിനെ അതിവർത്തിച്ച ഒരു ക്ലാരിറ്റി അങ്ങുണ്ടായി. അപ്പോൾ ഇതിനോടൊപ്പം ഗുരുസംസർഗവും ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ വന്നപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ മൈൻഡിനെ നമ്മൾ ഈ നോർമലായിട്ട് ചിന്തിക്കുന്ന ഈ സെൽഫിഷ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിന് ഉപരിയായിട്ടുള്ളൊരു അവയർനെസ്സിലേക്ക് ഒരു അവേക്കനിങ് ഉണ്ടായി, ഒരു ക്ലാരിറ്റി, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ക്ലാരിറ്റിയും എല്ലാം ഉണ്ടായി. അപ്പോഴാണ് ഞാൻ ഈ ഒരു വിഷയം മനസ്സിലാക്കുന്നത്. പിന്നീട് നമുക്ക് ഈ ഒരു നോർമൽ തോട്ട് പ്രോസസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളൊക്കെ ആയിട്ട് നമ്മളും പോകുന്നെങ്കിൽ നമുക്കൊരു പുതിയ തിരിച്ചറിവ് വന്നു. അപ്പോൾ ആ ഒരു തിരിച്ചറിവിലാണ് പിന്നെ നമ്മൾ എല്ലാ കാര്യത്തിനെയും വിശകലനം ചെയ്യുന്നതും. അപ്പോൾ നമുക്ക് ഈ സംശയം എന്താണ്, ഈ മറ്റ് എല്ലാ കാര്യത്തിലും നമുക്ക് ഒരു വ്യക്തമായ ഒരു ക്ലാരിറ്റി വന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആശ്രമ സ്വഭാവത്തിൽ ഞാനിങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇൻറ്റൻസ് ആയിട്ട് ആശ്രമത്തിൽ വിശ്വസിച്ച് നമ്മളിങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആത്മസമർപ്പണം ചെയ്തുകൊണ്ട് ഒരു കർമ്മം ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പരിവർത്തനം എൻ്റെ ലൈഫിൽ ഞാൻ ഇത് പരീക്ഷിച്ച് അറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു എൻ്റെത്. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ എടുത്തപ്പോൾ നമുക്ക് ഒരു കോൺഷ്യസ്നെസ് ഇങ്ങനെ ഒരു പരിവർത്തനം വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ബോധ തലത്തിൽ വന്ന ഒരു പരിവർത്തനവും അപ്പോൾ നമുക്കുണ്ടാകുന്ന ക്ലാരിറ്റിയെക്കുറിച്ച് ഞാൻ നിരന്തരം ഇങ്ങനെ സംസാരിക്കുന്നത്. ആ ക്ലാരിറ്റിയിൽ വേണം നമ്മൾ ഗുരുവിനെ വിലയിരുത്താനും മറ്റ് ആശ്രമ കാര്യങ്ങളെ വിലയിരുത്താനും മറ്റ് ഇഷ്യൂസിനെ ഇതെല്ലാം നമ്മുടെ ഈ സെൽഫിഷ് മൈൻഡ് മാറിയിട്ട് നമ്മളൊരു ബോധതലത്തിൽ വന്നിട്ട് വേണം ഇതിനെയൊക്കെ വിലയിരുത്താൻ. അങ്ങനെ വിലയിരുത്തുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല ക്ലിയർ പിക്ചർ കിട്ടും. ഇതാണ് എൻ്റെ ഒരു അനുഭവം. ഇപ്പോ ശ്രീ ബോധമണ്ഡലത്തിന്റെ ഒരു ക്ലാരിറ്റിയെ കുറിച്ച് ഇപ്പൊ ശ്രീ പറഞ്ഞല്ലോ. പക്ഷെ അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ആശ്രമത്തിലാണെങ്കിൽ ബൈലോ തിരുത്തിയതിനെ കുറിച്ച് ഒരു വിമർശനമുണ്ട്. അഭിമന്യ ശിഷ്യപൂജിത ഗുരുസ്ഥാനത്ത് വന്നതിനെ കുറിച്ച് വിമർശിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയാണ് ഈ ബോധമണ്ഡലത്തിന്റെ ആ ഒരു ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ട് ശ്രീ എങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അത് അങ്ങനെ വല്ല നിർദ്ദേശങ്ങൾ ശ്രീക്ക് കിട്ടുന്നുണ്ടോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ? കാരണം ഇപ്പൊ ഇവിടെ അധികാരികളെയൊക്കെ വിമർശിക്കുന്നുണ്ടല്ലോ ശ്രീ. അപ്പൊ അതൊക്കെ ഏതൊരു തലത്തിൽ നിന്നുകൊണ്ടാണ്, അത് എങ്ങനെയാണ് അത് ശ്രീക്ക് അത് വിമർശിക്കാൻ കഴിയുന്നത്? അതിന്റെ ആ ഒരു ക്ലാരിറ്റിയെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? ഇപ്പം നമ്മുടെ ഒരു ബോധമണ്ഡലത്തിൽ നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള ഈ ചിത്തവൃത്തികളിൽ നിന്ന് മാറി നമുക്കൊരു ക്ലാരിറ്റി വരുമ്പോൾ നമ്മളൊരു ആത്മബോധത്തിൻ്റെ വശത്തിലേക്ക് എത്തി. അവിടെ നിന്ന് നമ്മൾ പരമബോധത്തിലേക്ക് ഗുരുവിനെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഗുരുവിനെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ആ ഒരു ഉപരി മനസ്സായിട്ടുള്ള ഒരു സത്യമായ ഒരു മനസ്സിൽ നിന്ന് ചില അറിവുകൾ ഇങ്ങനെ ഡിസെൻഡ് ചെയ്യുന്ന പോലെയാണ്. അത് ഗുരു നമ്മളിലേക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ അറിയിച്ചു തരുന്നത് പോലെയാണ് എൻ്റെ അനുഭവം. അപ്പോൾ എൻ്റെ സ്വന്തം അതിലെന്തെങ്കിലും നമ്മുടേതായ മനസ്സിൻ്റെ വശങ്ങൾ കലരുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഗുരു തിരുത്തേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് ഒരു ഗുരുപ്രകാശത്തിൽ നിന്ന് ഒരു ഉപരിയായിട്ടുള്ള ഒരു ഉപരിതലത്തിൽ നിന്ന് നമുക്ക് ഗുരു അറിയിച്ചു തരുന്നത് പോലെയാണ് എനിക്ക് പല കാര്യങ്ങളും. കാരണം ഈ വിമർശനങ്ങൾ ഞാനിപ്പോൾ വിമർശിച്ച് വരുമ്പോൾ പല കാര്യങ്ങളും എനിക്കും വിമർശനമാണ്. കാര്യം ശ്രീജിത്ത് എന്ന വ്യക്തി ഇപ്പോൾ ഒരു വ്യക്തിഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു പൂർണ്ണത പ്രാപിച്ച വ്യക്തിയൊന്നും അല്ല. അപ്പോൾ ഈ പലതും എനിക്കും വിമർശനമാണ്, അല്ലെങ്കിൽ ഞാനും സ്വയം തിരുത്തേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിച്ച് വരുമ്പോൾ എന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തികളോടുള്ള പേഴ്സണൽ വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അധികാര രംഗത്തുള്ളവരെ കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഉദ്ദേശം വെച്ചിട്ടോ അല്ല. എന്നെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒരു ക്ലാരിറ്റിയുടെ നിഷ്പക്ഷമായിട്ട് നിസ്വാർത്ഥമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക്
ഒരു ക്ലാരിറ്റിയുടെ വശത്ത് ഗുരു മനസ്സിലാക്കി തരുന്ന അതുപോലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ ബൈലോ തിരുത്തിയതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഗുരു ചിലപ്പോൾ മാറ്റിപ്പറയും, അല്ലെങ്കിൽ ഗുരുശിഷ്യ ബന്ധത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഗുരു പല കാര്യങ്ങളും കള്ളം പോലും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും കാര്യം ഗുരുക്കന്മാർ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി തിരിച്ച് പ്രവർത്തിക്കുന്നു. ഗുരുശിഷ്യ ബന്ധത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാറുണ്ടെന്ന് പറയുമ്പോൾ പലരും അതൊക്കെ എടുത്ത് വലിയ എന്തോ ഇഷ്യൂ പോലെ, വലിയ എന്തോ ഞാൻ അപരാധം ചെയ്യുന്ന പോലെയൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. പക്ഷേ അത് ഗുരുശിഷ്യ പാരസ്പര്യത്തിൽ ഒരു ആശ്രമ സ്വഭാവത്തിൽ പ്രവർത്തിച്ചവർക്കേ അത് മനസ്സിലാവൂ. ഇപ്പോൾ ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരുടെ കോൺഷ്യസ്നെസ്സിനെ പരിവർത്തനം ചെയ്യാൻ എന്ത് രീതിയിലും പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ഭാരതീയ സനാതന ധർമ്മമായിട്ട് ഗുരുമാർഗത്തിൽ എത്രയോ കാലാകാലങ്ങളായിട്ട് ഗുരുക്കന്മാർ ഉപയോഗിക്കുന്ന മെത്തഡാണ്. അപ്പോൾ ഗുരുക്കന്മാർക്ക് സ്വാതന്ത്ര്യത്തോടെ ശിഷ്യന്മാരെ പരീക്ഷിക്കാനുള്ള അവസരങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് ഗുരുമാർഗം? അപ്പോൾ ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരെ അവരുടെ കോൺഷ്യസ്നെസ്സിനെ പരിവർത്തനപ്പെടുത്താൻ എന്തും പറയാം, എന്തും ചെയ്യാം. അത് ഗുരുമാർഗത്തിൻ്റെ ഒരു അജണ്ടയാണ്. ആ ഗുരുമാർഗത്തിൻ്റെ ആ ഒരു വർക്ക് നടക്കുന്നില്ല പിന്നെ ആശ്രമങ്ങളില്ല, പിന്നെ ഗുരുമാർഗങ്ങളൊന്നുമില്ല. കാര്യം മനുഷ്യബോധത്തെ അവൻ്റെ കർമ്മഗതി പൊട്ടിച്ച് തിരുത്തിയെടുക്കാൻ ഗുരുക്കന്മാരെ പ്രവർത്തിക്കാൻ, അവരെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സമ്മതിക്കാത്ത പക്ഷം, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമാവലിയോ ചട്ടക്കൂടോ എന്തെങ്കിലും മതസ്വഭാവത്തിൽ എഴുതി വെച്ച കാര്യങ്ങൾ അനുവർത്തിക്കുന്ന ഒരു സ്ഥലമല്ല ആശ്രമങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പം നമ്മുടെ ഗുരുമാർഗത്തിൽ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഗുരുവിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗുരു എന്തെല്ലാം കാര്യങ്ങൾ അപ്പം മാറ്റി മാറ്റി തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുരുവിൻ്റെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചേഞ്ചിനനുസരിച്ച്, ഗുരുവിൻ്റെ ഓരോ അനുഭവ തലങ്ങൾ മാറുന്നതിനനുസരിച്ച്, ഗുരു ഓരോ ആരാധനാ സമ്പ്രദായങ്ങൾ മാറുന്നതിനനുസരിച്ച് ഗുരു എന്തെല്ലാം കാര്യങ്ങൾ അപ്പം മാറ്റി 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 ആണ് ജീവിതചക്രം, ഗുരുവിൻ്റെ ലൈഫ് ആയിട്ടുള്ള നമ്മൾ ആശ്രമ സ്വഭാവത്തിൽ തുടങ്ങിയ മുതൽ അവസാനം വരെ ഒരു കാലഘട്ടത്തിൽ ഗുരു എന്തെല്ലാം കാര്യങ്ങൾ ഓരോ നിമിഷവും ഉചിതമായതുപോലെ മാറ്റി. അങ്ങനെ ഉചിതമായതുപോലെ മാറ്റുമ്പോഴല്ലേ ആ ഒരു റിയൽ ആയിട്ടുള്ള ഗുരു ലൈവായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. ഒന്നും മാറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തോ ഒരു റിട്ടൺ ഡൗൺ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അനുവർത്തിക്കുന്നത് പോലെയല്ലേ. ഏതെങ്കിലും ഒരു മതസ്വഭാവത്തിലുള്ള എന്തെങ്കിലും ഒരു ചിട്ടവട്ടങ്ങൾ പാലിക്കുന്ന ഒരു സ്ഥലമല്ലേ. യാന്ത്രികമായിട്ട് എല്ലാവരും കുറേ എഴുതി വെച്ച ചിട്ടവട്ടങ്ങൾ പാലിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള യോഗ സമ്പ്രദായത്തിലോ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പാലിച്ചാൽ ഇത് നടക്കൂല എന്ന് ഗുരു വ്യക്തമായിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചിട്ടവട്ടങ്ങളിൽ എഴുതി വെച്ചതുപോലെ നിങ്ങൾ യാന്ത്രികമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഇത് നടക്കൂല, ഇത് അങ്ങനെയുള്ളൊരു കാര്യമല്ല. മനുഷ്യൻ്റെ ഒരു ജീവനെ പരിവർത്തനപ്പെടുത്താൻ ഒരു ഗുരു സ്വഭാവത്തിൽ ഗുരു പല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഗുരു എത്രയോ സമയങ്ങളിൽ ഇത് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗുരു വേണമെന്ന് ഗുരു എപ്പോഴും നിഷ്കർഷിക്കുന്നത് ഗുരു വേണം എന്ന് ഏറ്റവും കൂടുതൽ നിഷ്കർഷിച്ചിട്ടുള്ളത് ഗുരുവല്ലേ. ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ഒരു ഗുരു വേണമെന്ന് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ആശ്രമത്തിൽ വരുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഗുരുവിൻ്റെ ആവശ്യകത ഇത്രയും വലിപ്പമാണോ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. മറ്റേതൊക്കെ നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഭഗവത്ഗീത വായിച്ചാൽ മതി, അല്ലെങ്കിൽ യോഗ സമ്പ്രദായം, അല്ലെങ്കിൽ ബുദ്ധൻ്റെ അഷ്ടാംഗ യോഗം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്താൽ മതിയെന്നല്ലേ നമ്മൾ പൊതുവെ ധരിച്ചിരുന്നത്. എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോളോ ചെയ്തങ്ങ് പോയാൽ മതി. അപ്പോഴാണ് ഇവിടെ ഗുരുവാണ് ആശ്രമത്തിൽ ശാന്തിഗിരി വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന് മാറ്റം വരുന്നത്. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ ഗുരു കാലാകാലങ്ങളിൽ ഇതിന് തിരുത്തു വരുത്തിയിരുന്നു. ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മെഹർ ബാബയുടെയൊക്കെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയും, അപ്പോൾ ഗുരു അദ്ദേഹം മാറ്റിക്കളയും. ഒരു കാര്യം ഇന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നാളെ അദ്ദേഹം മാറ്റിക്കളയും. അങ്ങനെ അദ്ദേഹത്തിനോടൊപ്പം അവർക്ക് ശിഷ്യന്മാർക്ക് പിന്തുടർന്ന് പോകാൻ തന്നെ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി. അദ്ദേഹം അടിക്കടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാറ്റും, പറഞ്ഞു തന്നെ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു വളരെയധികം ബുദ്ധിമുട്ടായി. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മനസ്സിൻ്റെ ഒരു പാറ്റേൺ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ശിഷ്യന്മാർക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു പ്രോഗ്രാം വേണം. അപ്പം മനസ്സിൻ്റെ ഒരു പ്രോഗ്രാമിൽ കർമ്മഗതിയുടെ ഒരു പാറ്റേണിൽ പോകുമ്പോൾ ഗുരു ഇങ്ങനെ പൊട്ടിക്കും. ഗുരു ഇങ്ങനെ മാറ്റിയും തിരിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു ഗുരുവിനോടൊപ്പം പ്രവർത്തിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരെ സംബന്ധിച്ച് അവർ പസിൽഡായി പോകും, ചിലരൊക്കെ സംശയിച്ചു പോകും. ഇപ്പോൾ ശിഷ്യ സ്വഭാവത്തിലുള്ളവർ പോലും യഥാർത്ഥ ഒരു ഗുരുവിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളെ. അതുകൊണ്ട് ഈ ശിഷ്യന്മാർ പലപ്പോഴും ഗുരുവിനെ അനുസരിക്കാതെ പ്രവർത്തിക്കാറുണ്ട്. ഇപ്പോൾ അത് ഗുരുവിനെ അറിയുകയും ചെയ്യാം. ഇപ്പോൾ ഗുരു ശരീരത്തിലുണ്ടായിരുന്ന സമയത്ത് തന്നെ അന്നത്തെ അധികാര സ്വഭാവത്തിലുള്ളവർ അനുസരിക്കുന്നില്ല എന്ന് ഗുരു എത്ര പ്രാവശ്യം പറഞ്ഞേക്കുന്നു. എന്നിട്ട് ഗുരു പറഞ്ഞേക്കുന്നത് ഞാനുള്ളപ്പോൾ പോലും അനുസരിക്കുന്നില്ല. ആ ഇതിൽ ഇങ്ങനെ പറയുന്നു. അപ്പം ഞാനില്ലെങ്കിലോ? അതെല്ലാം ഗുരു ഇങ്ങനെ സംസാരിക്കുന്നതാണ്, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഗുരു ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, എന്നിട്ട് എപ്പോഴും പറയുന്നുണ്ട് അതിനകത്ത് ഗുരു ഉണ്ടാകുമല്ലോ, ഗുരു എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പോൾ ഗുരു എന്നുള്ളൊരു വശം, ഗുരു ഇല്ലാതെ ഒരു കാര്യമേ ഇല്ല ആശ്രമ സ്വഭാവത്തിൽ. അപ്പോൾ ഗുരു ഉണ്ടാകും.
എന്നുള്ളൊരു വശത്തിലാണ് എല്ലാം ഇങ്ങനെ പറയുക, മാറ്റി പറയുക, തിരുത്തുക, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ കാര്യങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ ആയാൽ മാത്രമാണ് അത് ഗുരു. പ്രഡിക്റ്റബിൾ ആണ്, ഇന്ന രീതിയിൽ ഗുരു പ്രവർത്തിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ഗുരുവേ അല്ല. അതൊരു പണ്ഡിതനോ ഒരു തത്വചിന്തകനോ ഒരു ഫിലോസഫറോ ഒരു ടീച്ചറോ ആയിരിക്കും. ഒരിക്കലും ഒരു ഗുരു എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഗുരു എന്തും ചെയ്യും, എങ്ങനെയും പ്രവർത്തിക്കും, എന്തും മാറ്റി പറയും, എന്ത് രീതിയിലും പോകും. ഗുരുവിന് ഒരു നിയമവും, ലോകത്തിലെ ഒരു നിയമത്താലും ബന്ധിക്കാൻ പറ്റിയ ഒരാളല്ല, ആ ഒരു വ്യക്തിത്വം അല്ല ഗുരു എന്ന് പറയുന്ന സ്ഥാനം. ഗുരു എല്ലാത്തിനും അതീതമാണ്, എല്ലാ കാര്യത്തിനും അതീതമാണ്. അങ്ങനെയുള്ള ഒരു ഗുരുമാർഗമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഗുരുമാർഗത്തിൽ ഇപ്പം എന്ത് കാര്യവും തിരുത്താനും എല്ലാം ഇപ്പം തന്നെ അന്ന് ഇപ്പോൾ ഗുരുവിന് ആദ്യകാലങ്ങളിൽ മറ്റ് പല അവസ്ഥകളിൽ നിന്നുള്ള മെഡിറ്റേഷനൊക്കെ ചെയ്ത് ശിഷ്യന്മാർ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അവധൂതൻ വന്ന് പറഞ്ഞു, വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം. അപ്പോൾ ഗുരു അന്നു മുതൽ ഗുരു സംസാരിക്കാൻ തുടങ്ങി. അതായത് നേരിട്ട് പിന്നെ ഗുരുവിൽ കൂടിയാണ് എല്ലാം നടക്കുന്നത്. അപ്പോഴും ഗുരുവിന് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റുമെന്നിരിക്കെ ആ സമയത്ത് ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഗുരുവിൻ്റെ സൂക്ഷ്മ രൂപത്തോട് ധ്യാനിക്കാൻ. അതായത് ഗുരുവിന് എല്ലാ കാര്യങ്ങളും പറയാനും ചെയ്യിക്കാനും എല്ലാം പറ്റുമെങ്കിലും ഗുരു എല്ലാം ഗുരുവിൻ്റെ സൂക്ഷ്മ രൂപത്തോട് ധ്യാനിച്ച് ചെയ്യാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ്? കാര്യം ഗുരുവിൻ്റെ ഒരു കാലശേഷം ഒരവസ്ഥ വരുമ്പോൾ ഗുരുവിൻ്റെ സൂക്ഷ്മ രൂപത്തിൽ ധ്യാനിച്ച് ശിഷ്യന്മാർ ശീലിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അവസാന കാലഘട്ടം, ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് അവസാന കാലഘട്ടം വരെയും ഗുരു എല്ലാ കാര്യങ്ങളും, ഗുരു സംസാരിക്കുമ്പോൾ പോലും ഗുരു അതിനെ മാറ്റിയിട്ട് സൂക്ഷ്മ രൂപത്തോട്, ഗുരുവിൻ്റെ സൂക്ഷ്മ രൂപത്തോട് പോയി ധ്യാനിച്ചിട്ട് വരാൻ പറയും. അപ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും അന്നും ഗുരു സംസാരിക്കുന്നതിനേക്കാൾ ഗുരു പ്രാധാന്യം കൊടുത്തത് ഗുരുവിൻ്റെ സൂക്ഷ്മ രൂപത്തോട് ശിഷ്യൻ പോയി ചോദിച്ചിട്ട് വരുമ്പോൾ അതിനാണ് ഗുരു നേരിട്ട് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഗുരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ആശ്രമ സ്വഭാവത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അത്. ഞാൻ ഇല്ലാതിരുന്നാലും ഇവർക്ക് എന്നോട് ചോദിക്കാനുള്ള പരിശീലനമാണ് ഞാൻ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുപോലെ ശിഷ്യബോധം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കന്യാകുമാരിയിൽ പോകുമ്പോൾ ഗുരു പറഞ്ഞു, അവിടെ എന്താണ് ശബ്ദം, അത് കേട്ടു നോക്കാൻ. അപ്പോൾ ജെന്നി പറഞ്ഞു, ഇങ്ങനെ നമുക്ക് എവിടെയുള്ള കാര്യങ്ങൾ പോലും ആരെന്ത് സംസാരിച്ചാലും അല്ലെങ്കിൽ എന്ത് നടന്നാലും അത് ഇവിടെ ഇരുന്നു കൊണ്ട് കേൾക്കാനുള്ള ഒരു പരിശീലനം പോലും ഗുരു കൊടുത്തുവരുന്ന ആ ഒരു കാര്യം ഒരു സന്ദർഭത്തിൽ അഭിമന്യ ശിഷ്യബോധം എനിക്കിങ്ങനെ ജസ്റ്റ് എന്നോട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തന്നു. അതെ. അപ്പോൾ ഗുരു ആ സമയത്ത്, ആ ഗുരു ദേഹവിയോഗത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഗുരു നേരിട്ട് സംസാരിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഗുരു കൽപ്പിച്ചിരുന്നത് ഗുരുവിൻ്റെ തന്നെ സൂക്ഷ്മ രൂപത്തോട് സംസാരിച്ച് ചോദിച്ച് അറിഞ്ഞ് വരുമ്പോൾ അങ്ങനെയാണ് ഗുരു എല്ലാ കാര്യങ്ങളും നടത്തിയിരുന്നത്. അപ്പോൾ ഗുരുവിന് വേണമെങ്കിൽ എല്ലാം സ്വയം പറഞ്ഞ് ചെയ്യിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിട്ടും ഗുരു ഭാവിയെക്കുറിച്ച് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ശിഷ്യബോധ ഇതേപോലെ എല്ലാ കാര്യങ്ങളും ഗുരുവിനോട് ചോദിച്ചാണ് പരമ്പരയെ അറിയിച്ചിരുന്നതും ഗുരുവിൻ്റെ ശിഷ്യബോധയുടെ അവസ്ഥാ പൂർത്തീകരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതെല്ലാം ഗുരു നിർദ്ദേശപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ പരമ്പരയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് മിസ്റ്റിക്കലായിട്ടുള്ള രഹസ്യങ്ങളും കൂടെ ചേർന്ന ഒരു പരമ്പരയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ആധ്യാത്മിക ആചാര്യൻ ഒരു ഫൗണ്ടർ ഗുരുവായിട്ട്, ഒരു സ്ഥാപക ആചാര്യനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തോട് ഒപ്പം തീരുകയല്ല. അദ്ദേഹം ഈ പരമ്പരയുടെ അവസാന കാലം വരെ അദ്ദേഹം നിയന്ത്രിക്കാൻ ഉണ്ടാകണമെന്നുള്ളതാണ്. ഇപ്പോൾ ബുദ്ധ പരമ്പരയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധൻ്റെ 2500 വർഷക്കാലം ബുദ്ധൻ്റെ ഒരു സൂക്ഷ്മ രൂപം ഉണ്ടായിരുന്നു ആ ശിഷ്യ പരമ്പരയ്ക്ക് ഗൈഡൻസ് കൊടുക്കാൻ. പ്രവാചക പരമ്പരകളിലും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, സിദ്ധന്മാരുടെ ഗുരു ശിഷ്യ പരമ്പരയിലൊക്കെ അവരുടെ ഒരു സൂക്ഷ്മ രൂപം ഈ ശിഷ്യന്മാരെ ഗൈഡ് ചെയ്യാൻ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ പരമ്പരയിൽ നമ്മളെ അനാഥമാക്കിയിട്ടും ഗുരു പോയോ? ഗുരു നമ്മളെ ഒരു സമയമായപ്പോഴത്തേക്ക് എല്ലാം തീർന്നു പോയി, ഇനി ബാക്കിയുള്ളവർ തെറ്റിച്ച എന്ത്, ശരിയാക്കിയ എന്ത്? അതായത് 10 വർഷത്തേക്ക് പോലും കാര്യങ്ങൾ മുൻകൂട്ടി കാണാത്ത ആളാണോ നമ്മുടെ ഗുരു? അപ്പോൾ ഈ എതിരായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ ഗുരുവിനെ പരിഹസിക്കുകയാണ്. സത്യം പറഞ്ഞ ശിഷ്യ സമൂഹം മനസ്സിലാക്കണം, ഗുരുവിൻ്റെ ദീർഘവീക്ഷണത്തെ, ഒരു കാലാന്തര ഗുരുവിനെ പരിഹസിക്കുകയാണ്. അപ്പോൾ ഗുരുവിൻ്റെ ദീർഘവീക്ഷണം, ഇത് അഭിമന്യ ശിഷ്യപൂജിത അല്ല ഇവരിത് പറയുന്നത്, ഗുരുവിനെയാണ് പരിഹസിക്കുന്നത്. അത് ഗുരുവിനെ അല്ല എന്നുള്ള വ്യാജേന ഗുരുവിനെ തന്നെയാണ്
ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവര് ഇങ്ങനെ പരിഹസിക്കുന്നത്. കാരണം ഗുരു എല്ലാം ഇട്ടുടച്ചിട്ടങ്ങ് പോയി, എല്ലാം തുടങ്ങി വെച്ചിട്ട് ഒന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാക്കിയിട്ട് പോയോ എന്നുള്ള രീതിയിൽ ഗുരുവിനെ പരിഹസിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ കാലാന്തര ഗുരുവിന്റെ തപശക്തികൾ, ഗുരുവിന്റെ ആത്മസ്വരൂപങ്ങൾ, ഗുരുവിന്റെ പ്രതിഷ്ഠകൾ, അപ്പൊ ഇതെല്ലാം ഗുരുവിന്റെ ഓരോ സ്വരൂപങ്ങളായിട്ട് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. ഈ ആശ്രമ സ്വഭാവത്തിൽ പരമ്പരയെ നയിക്കാനായിട്ട് നിൽക്കുകയാണ്. ഓരോ സ്ഥലത്തും ഗുരുവിന്റെ ഓരോ രീതിയിലുള്ള തപശക്തികളും സങ്കല്പ സ്വഭാവങ്ങളും സ്വരൂപങ്ങളും വർത്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഇവിടെ ശിഷ്യപൂജിതയുടെ, അഭിവന്ദ്യ ശിഷ്യപൂജിതയുടെ കാര്യം പരിഗണിക്കുമ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ശിഷ്യപൂജയെ സംബന്ധിച്ച് ഗുരുവിൻ്റെ എല്ലാ ജന്മങ്ങളിലും ഗുരുവിനോടൊപ്പം വന്ന ഒരു ജീവനായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗുരു എപ്പോഴൊക്കെ മനുഷ്യരൂപത്തിൽ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ ശിഷ്യയും കൂടെ ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വിഷയം. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് ഗുരുവിൻ്റെ ഒരു അംശമാണോ, ഇനി അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലാണോ? കാര്യം ഹയസ്റ്റ് ആയിട്ടുള്ള ആ സ്റ്റേറ്റിൽ നിന്നുള്ള ഗുരുവിൻ്റെ എന്തെങ്കിലും ഒരു അംശമാണ്, എനിക്ക് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. പക്ഷേ എപ്പോഴും ഗുരുവിനോടൊപ്പം ഉള്ള ഒരു ജീവനായിട്ടാണ് ഈ ശിഷ്യപൂജിതയുടെ ഒരു ജീവനെ കാണുന്നത്. അപ്പോൾ അതൊരു വിഷയം. പിന്നീട് ഗുരു ആദിസങ്കല്പത്തിൽ ലയിക്കുമ്പോൾ ഗുരുവിൻ്റെ ബോധമണ്ഡലത്തിൻ്റെ ഒരു ഊർജം ഈ ആദിസങ്കല്പത്തിൽ ലയിക്കുന്നു, ഒരു ഭാഗം ശിഷ്യപൂജിതയിൽ ലയിക്കുന്നു. അപ്പോൾ ഇത് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗമായിട്ട് ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഈ അഹന്താ സ്വരൂപത്തെ അതിവർത്തിച്ച് ബോധമണ്ഡലത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും എന്നുള്ള രീതിയിൽ എങ്ങനെ പരിണമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നവർക്കേ അത് അറിയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു വശം. ഇനി ശിഷ്യപൂജയുടെ അവസ്ഥ പൂർത്തീകരണം എന്ന് പറയുന്ന വശം. അപ്പം ഇതെല്ലാം കൂടെ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ഗുരുദർശനമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഈ ഗുരുദർശനത്തിൽ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗുരുദർശനത്തിൽ ആ സമയത്ത്, ആ ഗുരുദർശനം എന്ന് പറയുന്ന സമയത്ത് ഗുരുവിൻ്റെ ഒരു സൂക്ഷ്മരൂപം അവിടെ ഗുരുദർശനത്തിന് വന്നിരിക്കുകയാണ്. കാരണം ഗുരുവിൻ്റെ അനേക സ്വരൂപങ്ങൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ഈ തപശക്തിയുടെ ഭാഗമായിട്ട് ഈ അന്തരീക്ഷത്തിൽ അനേക സ്വരൂപങ്ങൾ ഉള്ളപ്പോൾ ഗുരുവിൻ്റെ ഒരു സൂക്ഷ്മ രൂപവും ഈ ഗുരുദർശനത്തിന് അവിടെ വന്നിരിക്കുകയാണ്. കൂടാതെ ഇപ്പോൾ ശിഷ്യപൂജയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ശിഷ്യപൂജയ്ക്ക് ചെറുപ്പത്തിൽ ഗുരുവിൻ്റെ ഒരു ഛായയും ഇല്ലായിരുന്നു. മെലിഞ്ഞ് മറ്റൊരു രൂപത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ ഈ അവസ്ഥാ പൂർത്തീകരണം എല്ലാം കഴിഞ്ഞ് ഗുരു ശിഷ്യപൂജയെ ശ്രദ്ധിക്കുമ്പോൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഗുരുവിന്റെ രൂപത്തിലേക്ക് പരിണമിച്ചിരിക്കുകയാണ്. ശരിക്കും മോർഫിംഗ് ചെയ്ത പോലെ ശിഷ്യപൂജ മാറി. അപ്പോൾ ഗുരുവിന്റെ രൂപത്തിലേക്ക്, ഗുരുവിനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് ഗുരുവിന്റെ ഒരു രൂപത്തിലേക്ക് പരിണമിച്ചു. ആ ഒരു ഛായയും എല്ലാം ഉണ്ടായി വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ എല്ലാം ഗുരുവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ഇത്രമാത്രം പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ആശ്രമ സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞു, അന്നത്തെ കാലത്ത് എല്ലാവരോടും, സന്യാസിമാരോടും എല്ലാവരോടും സംസാരിക്കുക, ഇങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് ഇത്രയും ക്ലാരിറ്റി ഉള്ളൊരു വ്യക്തിത്വത്തെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഉറപ്പ്, ആ ദൃഢത, ആ ഒരു ക്ലാരിറ്റി. അപ്പം ഇത്രയും ക്ലാരിറ്റി ഉള്ളൊരു വ്യക്തിത്വത്തെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ പറയും, വിവേകാനന്ദ സ്വാമി അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ദൈവം എവിടെയെന്നും പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, മറ്റേ നമ്മുടെ ഈ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ അച്ഛൻ ദേവേന്ദ്രനാഥ് ടാഗോർ ആര്യ സമാജത്തിൻ്റെയൊക്കെ വക്താവാണ്, വലിയ ഫിലോസഫറാണ്, തത്വചിന്തകനാണ്, ഉയർന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ബോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ വിവേകാനന്ദ സ്വാമി ആ നദിയിൽ ചാടി നീന്തി അദ്ദേഹത്തിൻ്റെ ബോട്ടിൽ വന്ന് കയറി ഏങ്ങലടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കും, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോഴത്തേക്ക് ദേവേന്ദ്രനാഥ് ടാഗോർ പറയും, കുഞ്ഞെ വരൂ, കയറി ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ അല്ല, അങ്ങ് പറയൂ, അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അപ്പോഴത്തേക്ക് ഇദ്ദേഹം പറയാം, അല്ല, ദൈവം എന്ന് പറയുമ്പോൾ എന്നൊക്കെ പറയുമ്പോൾ വിവേകാനന്ദ സ്വാമി തിരിച്ച് നദിയിലേക്ക് എടുത്ത് ചാടിക്കളയും, എന്നിട്ട് അങ്ങ് പോകും. അപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു തത്വചിന്തകനാണ്, ഇദ്ദേഹത്തിന് ദൈവത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അപ്പം ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദ സ്വാമിയുടെ ഒരു ചിന്തിക്കുന്ന രീതിയിലൊന്നും അല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഉറപ്പ്, ആ അനുഭവത്തിൻ്റെ ആ പൂർണ്ണത, അതെല്ലാം കണ്ടപ്പോൾ വിവേകാനന്ദ സ്വാമിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമാനായ പിൽക്കാലത്ത് വന്ന കേശവചന്ദ്രസെൻ വളരെയധികം ബുദ്ധിമാനായിട്ടുള്ള വേദാന്ത പണ്ഡിതനാണ്, ബ്രഹ്മസമാജത്തിൻ്റെ വക്താവാണ്. അദ്ദേഹവും ശ്രീരാമകൃഷ്ണ പരമഹംസനോട് സംസാരിക്കാൻ വരുമ്പോൾ ശ്രീരാമകൃഷ്ണന്റെ ശിഷ്യന്മാർ കിടുകിടാ പറച്ചു. കാരണം ഇത്രയും വലിയ പണ്ഡിതനോട് ഈ രാമകൃഷ്ണ പരമഹംസ എന്ത് സംസാരിക്കും? രാമകൃഷ്ണ പരമഹംസൻ ചിരിച്ചുകൊണ്ട് നിന്നു. കേശവചന്ദ്രസെൻ വന്നതോടുകൂടി രാമകൃഷ്ണ പരമഹംസൻ ഡാൻസും കളിച്ചിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ അങ്ങ് തൊട്ടതോടുകൂടി കേശവചന്ദ്രസെന്നിൻ്റെ ബോധമൊക്കെ അങ്ങ് പോയി, ഒരു പുതിയ ബോധം, അതായത് സാധാരണ മനുഷ്യൻ്റെ ബോധമണ്ഡലമൊക്കെ അങ്ങ് മാറിയിട്ട് ഒരു പുതിയ ബോധം തെളിഞ്ഞിട്ട്, ഈ പുതിയ ബോധത്തിൽ വേദാന്തത്തിലൊക്കെ പഠിച്ചു വെച്ചേക്കുന്ന ആ ഒരു കോൺഷ്യസ്നെസ്സിൻ്റെ തെളിച്ച പുതിയൊരു അവബോധം വന്നിട്ട് അവർ ഭയന്നു പോവുകയാണ്.
എന്നിട്ട് അവസാനം ഈ ഗുരുവിൻ്റെ മുമ്പിൽ അവർ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ഒന്നും സംസാരിക്കേണ്ടി പോലും വരുന്നില്ല. വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഒന്ന് തലോടി കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, അയ്യോ എനിക്ക് വീട്ടിൽ ആളുണ്ട്, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചു പോയി. അപ്പോൾ അതായത് അവർക്ക് ഈ ദൈവത്തിനെ ഇങ്ങനെ എന്തെങ്കിലും ബബ്ബ പറഞ്ഞുകൊണ്ടിരിക്കാതെ അനുഭവിപ്പിച്ച് കൊടുക്കുകയാണ്. പഠിച്ചത് എല്ലാവരും ശരിക്കും അനുഭവിപ്പിച്ച് കൊടുക്കുകയാണ്. പക്ഷെ ഈ അനുഭവിപ്പിച്ച് കൊടുക്കണമെങ്കിലും വേണം ഒരു മെച്യൂരിറ്റി. നമ്മളെല്ലാവരും ഇപ്പോൾ രമണ മഹർഷിയോട് ചിലർ വന്ന് പറഞ്ഞു, വിവേകാനന്ദ സ്വാമിക്കും കേശവചന്ദ്ര സെന്നിനും ഒക്കെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അനുഭവം കൊടുത്തില്ലേ, അതുപോലെ നമുക്കെന്താ അനുഭവം തരാത്തത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് അവരതിന് റെഡി ആയിരുന്നു, അവരതിന് പരിപക്വം, അതില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവരതിന് റെഡി ആയിരുന്നു. നിങ്ങൾ അങ്ങനെയാണോ? അപ്പോൾ അതുപോലെ ഈ അനുഭവവശത്ത് ഞാൻ നോക്കുമ്പോൾ ശിഷ്യപൂജിത ഇത്രയും ക്ലാരിറ്റി നമുക്കെല്ലാം ഒരു സ്പർശം കൊണ്ട് അല്ലെങ്കിൽ ഒരു പങ്ക് ഇങ്ങനെ തരുമ്പോൾ എങ്ങനെ നമുക്ക് ഈ പറയുന്ന നമ്മളൊക്കെ അന്വേഷിക്കുന്ന ആ അനുഭവം തരാൻ അത്രയ്ക്ക് പൂർണ്ണതയുള്ള ഒരു ഗുരുവിനെയാണ് നമുക്ക് തന്നിട്ട് പോയത്. അപ്പം നമ്മൾ എന്തിനു സംശയിക്കണം? അപ്പോൾ ഗുരുമാർഗത്തിൽ ദർശന സ്വഭാവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അവിടെ ഗുരു ആ സ്ഥലത്ത് ആ ഗുരുദർശനത്തിന് അവിടെ ഉള്ളത് ഗുരു ഉള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലെങ്കിൽ ശിഷ്യപൂജിതയുടെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാൻ കഴിയുന്നു. അല്ലെങ്കിൽ ശിഷ്യപൂജിത അനന്തമായിട്ടുള്ള ജന്മങ്ങളായിട്ട് ഗുരുവിനോടൊപ്പം പരിണമിച്ച് വന്ന ഒരു രഹസ്യം ഇതിനകത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വശത്ത് ഇതേപോലുള്ള കൺഫ്യൂഷനും സംശയങ്ങളും ഒക്കെ വ്യർത്ഥമാണ്. ഇത് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിൻ്റെ അപക്വമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ അധികാര സ്വഭാവത്തോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെ ഉള്ള പ്രവർത്തിച്ച് വരുന്ന സാഹചര്യത്തിൽ ചില കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് മനുഷ്യൻ്റെ നമ്മളെ പോലത്തെ സാധാരണ മനുഷ്യരുടെ അറിവില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവിടെ തന്നെ നമ്മൾ ആലോചിക്കണം. ഗുരു എപ്പോഴും പറയുമായിരുന്നു, ഗുരു ശരീരത്തിലുള്ളപ്പോൾ അനുസരിക്കാത്ത വ്യക്തികൾ, അന്നത്തെ ഭരണ സംവിധാനത്തിലുള്ള വ്യക്തികൾ ഗുരു ശരീരത്തിലുള്ളപ്പോൾ പോലും അനുസരിക്കാൻ വിമുഖത കാട്ടുമ്പോൾ ഇപ്പോൾ ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ആ പഴയ സന്യാസിമാരുടെ അല്ലെങ്കിൽ പഴയ സ്വഭാവത്തിലുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷമതകൾ അല്ലെങ്കിൽ അതെല്ലാം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പുതിയ ഒരു സമൂഹം വരുന്നു. അവർക്ക് ഗുരുവിൻ്റെ പ്രവർത്തന രീതികൾ നേരിട്ട് എത്രത്തോളം അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ചില അപക്വമായ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ പോലും ഗുരു ഓരോരുത്തരെയും എടുത്തു വെച്ച് തിരുത്തി എടുക്കുന്നതിനാണ് ഗുരു പ്രാധാന്യം നൽകുക. അതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നു. കാര്യം നമ്മൾ ആരും അനുസരിക്കാതെ, നമ്മൾ ഈ പറയുന്ന പോലെ സ്വയം പരിവർത്തനം വരുത്തുന്നതിനൊന്നും ശ്രമിക്കാതെ നമ്മളിങ്ങനെ സംശയിച്ചും പരാതി പറഞ്ഞും അല്ലെങ്കിൽ സ്വാർത്ഥപരമായ താല്പര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഗുരുവിന് വീണ്ടും വീണ്ടും ഒന്നേന്ന് സീറോയിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്നു. അങ്ങനെ സീറോയിൽ നിന്ന് തുടങ്ങേണ്ടി വരുമ്പോഴാണ് നമുക്ക് ഈ വരുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം പടിപടിയായിട്ട് ഉയർന്നുയർന്ന് പുതിയ പുതിയ തലങ്ങളിലേക്ക് വന്നിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഒന്നേന്ന് എപ്പോഴും ഗുരുവിന് തുടങ്ങേണ്ടി വരുന്നു. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ പുതിയൊരു രീതി നോക്കുമ്പോൾ ഞാൻ കണ്ടുവരുമ്പോൾ ഇനി അടുത്ത തലമുറയിൽ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. കാര്യം പുതിയ തലമുറയിലുള്ളവരിൽ നിന്നും പലതരത്തിലുള്ള വീഴ്ചകൾ വരുമ്പോൾ അടുത്ത തലമുറയിലുള്ളവരിൽ നിന്നും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇപ്പോൾ അധികാര സ്വഭാവത്തിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ വിമർശിച്ചപ്പോൾ എനിക്ക് പോലും വിഷമം. കാരണം ഞാൻ എന്തിനാണ്, കാര്യം എനിക്കിത് ഒന്നും വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടല്ല, ഞാൻ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് ഞാൻ പോലും ആലോചിച്ചിട്ട് ഞാനിങ്ങനെ ഗുരുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഇത് എന്താണ് ഇതിൻ്റെ കാരണം, അല്ലെങ്കിൽ എന്താണ് ഇതിന് സൊല്യൂഷൻ. അപ്പോൾ എനിക്കിങ്ങനെ പല സമയത്തും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ മനസ്സിലാവുന്നത് എല്ലാവരും ഇതെല്ലാം മനസ്സിലാക്കണം. ഇതിൻ്റെ ദുഃഖങ്ങളും അല്ലെങ്കിൽ മാറി നിന്നും അല്ലെങ്കിൽ ആരും ഇതിൻ്റെ പരമമായ അധികാരികളല്ല എന്നെല്ലാവരും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ അധികാര സ്വഭാവത്തെ എങ്ങനെ പെരുമാറണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ ഓരോ വ്യക്തികളും മനസ്സിലാക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആശയെ സംബന്ധിച്ചാണെങ്കിൽ ഗുരു ശരീരത്തിലുണ്ടായിരുന്ന സമയത്ത് തന്നെ മാതൃമണ്ഡലം ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ 2001 കാലഘട്ടത്തിലൊക്കെ ആശയുടെ ആദ്യത്തെ പ്രസവത്തിനോടനുബന്ധിച്ച് ആ സ്ഥാനത്ത് നിന്ന് മാറുകയും പിന്നെ ആശ അന്ന് പ്രസംഗിക്കുന്നു, മാസികകളിൽ എഴുതുന്നു, അങ്ങനെ എല്ലാ രീതിയിലും ഗുരു ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ ആശയ്ക്ക് ആശ്രമത്തിൽ വലിയ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് ആശ പരമ്പരയെ സംബന്ധിച്ച്. പിന്നെ പിൽക്കാലത്ത് ഒന്നുമല്ലാതായി മാറി. അപ്പോൾ ഈ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്നുമല്ലാതെ ആയിട്ട് പോലും ആശ ഇവിടെ നമ്മുടെ ഗുരുമാർഗത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യമേ ഒന്നുമല്ല, ഇപ്പോഴും ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഒന്നുമല്ലാതെ നമ്മൾ ഈ ഗുരുമാർഗത്തിൽ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതുപോലെ അധികാര സ്വഭാവത്തിലുള്ളവരും മനസ്സിലാക്കണം, ഒന്നും അല്ലാതായാലും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അതൊക്കെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഒന്നുമല്ല, ഒരു സ്ഥാനമില്ല, അധികാരമില്ല, ഒന്നുമില്ല, നമ്മളിവിടെ പിടിച്ചു നിൽക്കുമോ, ഈ ആശയത്തിൽ പിടിച്ചു നിൽക്കുമോ? അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ ആശ്രമ സ്വഭാവത്തിൽ ഈ വിഷമങ്ങളും ഈ ദുഃഖങ്ങളും ഒക്കെ വന്ന് അല്ലെങ്കിൽ പലതും സഹിച്ച്
കഷ്ടപ്പെട്ടാണ് കോൺഷ്യസ്നെസ്സിന്റെ പരിവർത്തനം വന്ന് അവരുടെ ജീവൻ ഒരു പരിണാമം വരുന്നത്. ഇപ്പൊ വെറുതെ നമുക്ക് പബ്ലിക്കായിട്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഈ ലോകത്തിന് ഉപരിയായ ജീവന്റെ ബോധത്തിലേക്ക് പോകുമ്പോൾ എന്ത് കിട്ടണം? അതാണ് ഗുരു എപ്പോഴും ഈ ആശ്രമത്തിൽ എപ്പോഴും ഗുരു ചോദിച്ചിരുന്ന, ഈ ജീവന്റെ തലത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം? അപ്പൊ ഈ അധികാര സ്വഭാവത്തിലുള്ളവർക്ക് ജീവന്റെ തലത്തിൽ കിട്ടണ്ടേ? അപ്പം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റുമോ? ഈ വേദന നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പം ഇതെല്ലാം എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. ഇപ്പം ആരും ഇവിടെ ഇപ്പോൾ ഗുരു സ്ഥാനത്ത് ഈ തലമുറ കഴിഞ്ഞ് ഇനി അടുത്ത തലമുറയിൽ പുതിയ ഗുരുസ്ഥാനത്തൊക്കെ വരുമ്പോൾ അത് വേറെ കാര്യം. ഗുരുസ്ഥാനത്തിനെ നമ്മളൊരു സ്ഥാനം പോലും അല്ല, അത് എപ്പോഴും ഗുരുവാണ്. അത് ഗുരുവിൽ ലയിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയും ഗുരുജ്യോതിയിൽ ലയിച്ചു, സന്യാസിമാരൊക്കെ ഗുരുജ്യോതിയിൽ ലയിച്ചു എന്ന് നമ്മൾ പറയും. ജീവിച്ചിരിക്കുമ്പോൾ ഗുരുജ്യോതിയിൽ ലയിക്കുന്നവനാണ് ഗുരുവായിട്ട് മാറുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ജീവൻ മുക്തൻ എന്ന് പറയുന്നതൊക്കെ ജീവിച്ചിരിക്കുമ്പോഴേ ഗുരുജ്യോതിയിൽ ലയിച്ച ജീവനുകളാണ് നമുക്ക് ഗുരുസ്ഥാനത്ത്. അത് ഗുരു തന്നെയാണ്. അതൊരു സ്ഥാനമൊന്നുമല്ല, അത് ഗുരു തന്നെയാണ്. എന്നാൽ മറ്റ് സ്ഥാനങ്ങളെല്ലാം ടെമ്പററിയാണ്. ആർക്കും ഒരു അധികാരമില്ല, ആരും പൂർണ്ണരല്ല. എല്ലാവരും ഈ കലിയുഗ സമ്പ്രദായത്തിലൊക്കെ നോക്കുമ്പോൾ ഇനി വരാൻ പോണ ഒരു ജ്ഞാനികളുടെ ഭരണമൊക്കെ വരുമ്പോൾ എല്ലാവരും തുല്യരാണ്. എന്നാൽ സ്ഥാനങ്ങൾക്കെല്ലാം അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അവർക്കത് ഭരിക്കാനുള്ള അധികാരമുണ്ട്. അവർക്ക് നിയന്ത്രിക്കാനും വഴക്ക് പറയാനും ശാസിക്കാനും എല്ലാം ഉചിതമായി ചെയ്യാനുള്ള അധികാരമുണ്ട്. അതൊന്നും ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ താൻ ആരുമല്ലെന്നും താൻ വെറും ഒരു കാര്യദർശിയാണെന്നും ഓർമ്മിച്ചുകൊണ്ട് വേണം ഓരോരുത്തരും ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ. അപ്പം ഈ ഒരു അറിവിൻ്റെ വശത്ത് നിന്ന് നമ്മളിത് മനസ്സിലാക്കാതെ വരുന്ന ആപത്തും വിഷമങ്ങളും അതിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുറച്ചു പേർക്കെങ്കിലും സംശയങ്ങളോ വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നമ്മളാണ്. അപ്പം ഇപ്പോൾ ശിഷ്യപൂജയുടെ പേരിലാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഗുരുവിൻ്റെ പേരിലൊന്നും നമ്മൾ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. ഇപ്പം ശിഷ്യപൂജയുടെ സ്വഭാവത്തിൽ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗുരുവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഗുരുവിൻ്റെ നിശ്ചയത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ ഗുരുവിൻ്റെ മുഖം പോലെ ആയി മാറിയ, ഗുരുവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഗുരുവിൻ്റെ രീതിയിലായി മാറിയിട്ടുള്ള ആ വ്യക്തിത്വത്തിൽ നിന്ന് എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്കറിയാം. അപ്പം നമ്മൾ പരസ്പരം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെല്ലാം ഗുരുവിൻ്റെ മേല് വരാതെ അത് നമ്മുടെ ഭാഗത്താണ്, അത് ഏറ്റെടുക്കാനും എന്നിട്ട് അതിന് തിരുത്താനും അതിനെ തിരുത്തപ്പെടാനും ഒക്കെ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാൻ സംസാരിച്ചു വരുമ്പോൾ ഇത് ഒരു സ്വയം വിമർശനം പോലെ പറയുകയാണ്. ഇത് ഞാൻ മറ്റുള്ളവരെ വിമർശിക്കല്ല. കാര്യം ഞാൻ ഈ സംസാരിക്കുന്ന എല്ലാം അവസാനം എനിക്കും കൂടെ ഉള്ള വിമർശനമാണ്. ഞാനാരാ ഇതൊക്കെ സംസാരിക്കാൻ? അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ആ ഉള്ളിൽ നിന്ന് ആന്തരികതയിൽ നിന്ന് വരുന്ന കാര്യം പറയുന്നതാണ്. അത് അങ്ങനെ പറയാതെ തരമില്ലാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ മറ്റൊരാൾ സംസാരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടില്ല, ഞാൻ അതിനെ അനുവദിക്കുകയില്ല, ഞാൻ അതിനെതിരാണ്. കാരണം ഈ പറയുന്ന ബോധമണ്ഡലത്തിന് പരിവർത്തനം വരാതെ ഈ വ്യക്തിഭാവത്തിലിരിക്കുന്ന സെൽഫിഷ് ആയിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള തൻ്റെ ഇഷ്ടപ്രകാരമായിട്ടുള്ള തനിക്ക് മനസ്സിലായ കാര്യങ്ങളിൽ നിന്നുകൊണ്ടൊക്കെ ആരെങ്കിലും സംസാരിച്ചാൽ ഞാനിതിനെ അനുകൂലിക്കില്ല. ഗുരു അതിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ഗുരു ഒരിക്കലും അങ്ങനെയൊന്നും ഇവിടെ സംസാരിക്കാൻ ആരെയും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും കേട്ടിട്ട് ഇനി മറ്റുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കാമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും ഇങ്ങനെയൊന്നും ആരും സംസാരിക്കാൻ പാടില്ല. പക്ഷേ ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ആ സംസാരിക്കുന്നതിൻ്റെ തെറ്റും ശരിയും അത് ഗുരു കാണുന്നുണ്ട്. അപ്പോൾ അത് ഗുരു എന്താണ് അതിന് തിരുത്ത് വരുത്തേണ്ടത് അത് ഗുരു ചെയ്യട്ടെ. അപ്പോൾ എൻ്റെ മനസ്സിൽ എല്ലാത്തിനും എപ്പോഴും തയ്യാറായിരിക്കണം. എന്തു മാറ്റത്തിനും എന്ത് പരിവർത്തനത്തിനും എന്ത് താഴോട്ടും മുകളിലോട്ടും ഒക്കെ വരാൻ ഓരോരുത്തരും തയ്യാറായിരിക്കണം. ഇപ്പോൾ ഈ അധികാരഭാവത്തൊക്കെ ഉള്ള ഓരോ വ്യക്തികളുടെ കൂടെ ഉള്ളവരും ഈ പല പല സ്ഥാനങ്ങളിലും പല പല സ്ഥാപനത്തിൻ്റെ തലപ്പത്തും ഒക്കെ ഉള്ളവർക്കെല്ലാം ഇത് ബാധകമാണ്. ഗുരുദർശനത്തിന് വന്ന് ആ ഒരു തിരുത്ത് വരുത്തി എടുത്തുകൊള്ളണം. അല്ലാതെ എല്ലാ സ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ തൃപ്തിപ്പെടുത്തി ഇങ്ങനെ ആ സ്ഥാനത്തൊക്കെ ഇരിക്കാമെന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മൂഢത്തരമാണ്. ഈ ആശ്രമത്തിൻ്റെ അധികാരി എക്കാലവും ഗുരു മാത്രമാണ്. അപ്പോൾ ആ ഗുരുഭാവത്തിൽ നിന്ന് തിരുത്തപ്പെടാത്തവരെല്ലാം ഈ സ്ഥാനത്ത് നിന്നൊക്കെ ഉചിതമായ സമയത്ത് മാറ്റേണ്ടതാണ്. അത് ഗുരു മാറ്റുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പരിവർത്തനം വരുത്തിക്കൊള്ളണം. ഉചിതമായ സമയത്ത് എല്ലാം ഗുരുദർശനത്തിൻ്റെ ആ മാന്യതയൊക്കെ ഉൾക്കൊണ്ട് അത് തിരുത്തി എടുത്തുകൊള്ളണം. അല്ലെങ്കിൽ ഈ പറയുന്ന ആരുടെയും ഒരു മനുഷ്യരുടെയും ഇവിടെ സ്ഥാനങ്ങളും ഒന്നും പൂർണ്ണമല്ല. ആർക്ക് ഏത് സ്ഥാനത്തും മാറേണ്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. അതൊക്കെ താനെ നാച്ചുറലായിട്ട് വരും. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചെറുപ്പക്കാരുടെ ഒരു പുതിയ തലമുറ പുതിയ രീതിയിൽ പരിണമിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ഗുരു എക്കാലവും അങ്ങനെ മാറ്റിയിട്ടുള്ളത് നമുക്ക് അനുഭവവേദ്യമായ കാര്യമാണ്.
ഇപ്പൊ അന്ന് ഗുരു തന്നെ നേരിട്ട് സംസാരിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാർ അവരുടെ അടുത്ത് ഗുരു പറയുന്നുണ്ട് ബൈലോയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവര് രണ്ടുപേരും കൂടി ഭരിച്ച് ഇത് ഇങ്ങനെ ആക്കി. ഇനി എല്ലാവരും ഇത് ഞാനാണ് ചെയ്തതെന്നല്ലേ പറയുക എന്നുള്ള അർത്ഥത്തില് ഗുരു തന്നെ നേരിട്ട് അന്ന് തന്നെ പറയുന്നുണ്ട് ഈ മുൻപിലിരിക്കുന്നവരോട്. അവരാണ് ഇപ്പോ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതാണ് ഇതിലെ തമാശ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ ഞാൻ നേരത്തെ പറയാറുണ്ട് എപ്പോഴും നമ്മുടെ ഗുരുദർശനത്തിന് അവിടെ ഗുരുവിന്റെ ദർശന സംവിധാനമാണ്, ഗുരുവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ആശ്രമം ഗുരുവിന്റെ ആശ്രമമാണ്. ഇവിടെ നിന്ന് തെറ്റിക്കാൻ പറ്റില്ല ആർക്കും. മനഃപൂർവ്വം അറിയാത്ത തെറ്റുകൾ, അറിയാതെ വരുന്ന തെറ്റുകൾ ഗുരു ക്ഷമിക്കും. പക്ഷെ മനഃപൂർവ്വം ആർക്കും തെറ്റിക്കാൻ പറ്റില്ല, സംഘം ചേരാൻ പറ്റില്ല, പ്ലാൻ ചെയ്യാൻ പറ്റില്ല, കുതന്ത്രം ചെയ്യാൻ പറ്റില്ല, ഒന്നിനും പറ്റില്ല. ഇവിടെ നിന്ന് ശരിയായി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. അത് അറിവില്ലാത്ത സമയത്ത്, അറിയാത്ത സമയത്ത് ഗുരു അറിവില്ലായ്മയെ ക്ഷമിക്കാറുണ്ട് എക്കാലവും. എന്നാൽ അറിവിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് എക്കാലവും ഗുരുവിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പരിവർത്തനം നമ്മൾ വരുത്താൻ തയ്യാറായിരിക്കണം. ഗുരുദർശനത്തിൻ്റെ മാന്യത അത് ഗുരുവാണ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കി ഈ ഓരോ സ്ഥാപനത്തിൻ്റെയും തലപ്പത്തും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നവർ സമയാസമയം വന്നത് ഗുരുദർശനത്തിന് വന്നില്ലെങ്കിൽ, ഞാൻ ഈ ഗുരുദർശനത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ മനസ്സിൽ ഈ പൈശാചികം കയറിക്കഴിഞ്ഞാൽ, നെഗറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങിയ കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഒക്കെ നിറയുമ്പോൾ പിന്നെ നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല. എല്ലാം തോന്നിയതുപോലെ ആയി മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു തോന്നിയതുപോലെ ആയി മാറാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമയോടെ വരണമെങ്കിൽ ഈ ഗുരുദർശനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാ മേഖലയിലും വ്യാപിച്ച് അതിന് മാന്യത കൊടുത്ത് ഓരോരുത്തരും അത് ചെയ്തെടുത്ത് മാനിച്ച് വന്ന് അവരുടെ മനസ്സിനെ ക്ലിയർ ആക്കി ശുദ്ധമാക്കി പോയാൽ മാത്രമേ ഇതെല്ലാം ശരിയാവൂ. അല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ കള്ളത്തരങ്ങളും കാപട്യങ്ങളും കുതന്ത്രങ്ങളും പ്ലാനുകളും സൂത്രങ്ങളും സംഘങ്ങളും എല്ലാം ഉണ്ടായി ആശ്രമത്തിൻ്റെ ആ ഒരുമിപ്പ്, ആ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ പ്രവൃത്തി നടക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഒരു ദുഃഖത്തിൻ്റെ വശത്തു നിന്ന് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ല ഞാൻ മനഃപൂർവ്വം പടച്ചുവിടുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എല്ലാവരും ആ ഒരുമയോടെ വരാൻ എല്ലാവർക്കും കഴിയണമെന്ന് ഗുരുവിനോട് പ്രാർത്ഥിക്കുന്നു. ശ്രീ, പിന്നെ നമ്മുടെ പ്രവീൺ ചേട്ടന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീക്ക് കുറച്ച് അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മുടെ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള പ്രവീൺ ചേട്ടൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ ചില പുതിയ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അതും കൂടെ ഞാനൊന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹ സമയത്ത് പോലും അദ്ദേഹത്തെ വളരെ സൂക്ഷിച്ച് എപ്പോഴും ആശ്രമത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഗുരുവിന്. അപ്പം അദ്ദേഹത്തെ പോലെ തന്നെ പലരെയും ആശ്രമ സ്വഭാവത്തിൽ നിന്ന് പുറത്തുവിടാതെ ഒരു ആയുസിൻ്റെ ഭാഗത്ത് വിഷമമുള്ളവരെ സംബന്ധിച്ച് ഗുരു പല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വിവാഹത്തിൻ്റെ അന്ന് പോലും വീട്ടിലേക്ക് വിടുന്നില്ല. അപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. അപ്പോൾ അങ്ങനെ വന്ന് അദ്ദേഹം വിവാഹമൊക്കെ കഴിഞ്ഞ് ജീവിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നാട്ടിലൊക്കെ വിടുമ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് താമസിക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അദ്ദേഹത്തെ ഗുരു വിട്ടിരുന്നത്. അപ്പം അദ്ദേഹം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് ഞാനെല്ലാം വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാനെല്ലാം വിട്ടുകൊടുത്തെങ്കിലും ഞാൻ തന്നെയാണ് അവിടുത്തെ ഗൃഹനാഥൻ എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനെ അലട്ടിയിരുന്നു. കാരണം ഇവരെല്ലാവരും എന്നെ അനുസരിക്കും. കൂടാതെ അദ്ദേഹവുമായിട്ട് പലപ്പോഴും അദ്ദേഹത്തിന് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ കൊണ്ടുപോകാനുള്ള ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയായിരുന്നു. അപ്പോൾ എന്ത് വഴക്കം എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഞാൻ ഇടപെട്ടാൽ മാത്രമേ അത് ശരിയാവൂ. അപ്പോൾ അദ്ദേഹം തന്നെ പിന്നെ അവസാനമൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയും, ഇങ്ങനെ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അദ്ദേഹത്തിനൊരു വിഷമമുണ്ട്. അപ്പോൾ അദ്ദേഹം സാധാരണ ഇപ്പോൾ അളിയന്മാരുടെ ഒരു സാഹചര്യത്തിൽ എന്നെ ഇങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ശ്രീജയ്ക്ക് അത് വിഷമായി. അങ്ങനെ ഗുരുവിനോടൊക്കെ പറഞ്ഞപ്പോൾ ഒരു ദിവസം ശിഷ്യപൂജിത നേരിട്ട് അദ്ദേഹത്തെ വിളിച്ച് എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹത്തോട് അങ്ങനെയല്ല, അവനെ വളരെ നല്ല രീതിയിലൊക്കെ വളരെ നല്ലതായിട്ട് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞില്ല. പക്ഷേ അതിനുശേഷം അദ്ദേഹം എന്നെ അങ്ങനെ പരിഹസിക്കുന്ന വിമർശിക്കുന്ന ഒരു സ്വഭാവം നിർത്തുകയുണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ ബഹുമാനം കൊടുത്ത്, ഞാൻ എപ്പോഴും വളരെ ബഹുമാനം കൊടുത്താണ് നിർത്തിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും നമ്മുടെ ഒരു സ്ഥാനവും എല്ലാ കാര്യങ്ങളെയും മാനിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ ആ രീതിയിൽ പെരുമാറിയിട്ടുള്ളൂ. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ചില സമയത്ത് വളരെ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ മാത്രം ഞാനൊരു 3 പ്രാവശ്യമാണ് നമ്മുടെ ലൈഫിൽ ഞാൻ അദ്ദേഹത്തോട് വഴക്കൂടിയിട്ടുള്ളത്. പക്ഷേ എന്ത് കാര്യത്തിനാണോ വഴക്കൂടിയിട്ടുള്ളത് അത് അദ്ദേഹം അപ്പം തന്നെ തിരുത്തും. സാധാരണ മനുഷ്യരെ പോലെ നമുക്ക് എപ്പോഴും പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, പുള്ളിക്കാരൻ അത് തിരുത്തിയിരിക്കും.
അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു സമയം അദ്ദേഹം ആ, സ്വാമിയുമായിട്ടാണ് വളരെ ബന്ധം. സ്വാമിയുടെ സുഹൃത്ത്. അദ്ദേഹം സ്വാമിയെ വളരെ ഉയർന്ന ഒരു വ്യക്തിത്വമായിട്ട് കണ്ട് വളരെ അനുസരിച്ചൊക്കെ പെരുമാറുന്ന ഒരു കൂട്ടത്തിൽ അദ്ദേഹം ഒരു ആരാധകനാണ്, സ്വാമിയുടെ ഒരു ആരാധകനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം. എന്നാൽ അദ്ദേഹത്തിന് ആശ്രമ സ്വഭാവത്തിൽ ഇപ്പോൾ പ്രാർത്ഥനാ സ്വഭാവത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ താല്പര്യക്കുറവാണ്. കർമ്മങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും. ഒബീഡിയൻ്റ് ആയിട്ട് വളരെ നല്ല ഒരു വിശ്വാസ സ്വഭാവത്തിലാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് ഇപ്പോൾ സഹോദരി വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ എല്ലാ പുരുഷന്മാരും അല്ലെങ്കിൽ വിവാഹത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റെന്തെങ്കിലുമൊക്കെ സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷയം വരുമ്പോൾ കുടുംബജീവിതത്തിൽ അവർ തമ്മിലൊക്കെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ശ്രീജയുമായിട്ടൊക്കെ നിരന്തരം ഇങ്ങനെ വഴക്കുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഞാനാണ് പിന്നെ ശ്രീജയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ആ സമയത്തൊക്കെ ഇപ്പോൾ ഞാൻ ഒരു സമയത്ത് ശ്രീജയെ ഇങ്ങനെ അമ്മായി അമ്മയോട് തർക്കിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാനൊരു വടിയെടുത്ത് അടിക്കുക വരെ ഉണ്ടായി ശ്രീജയെ. കാര്യം എന്നെ സംബന്ധിച്ച് അമ്മായി അമ്മയോട് ബഹുമാനമായിട്ട് നിൽക്കണം അവള്. അതാണ് ഞാൻ ആ രീതിയിൽ. അപ്പോൾ അടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഞാൻ പലപ്പോഴും കുട്ടികളായാലും എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടിക്കും. കാരണം അത് ഞാൻ ചവിട്ടേ ഇടിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയൊന്നുമല്ല. ഒരു വടി എന്നെ സംബന്ധിച്ച് അതൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. കാരണം ഞാൻ ഒരു വടി വെച്ചത് ഇപ്പോൾ ഗുരുവായാലും പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു വടി വെച്ച് ഇങ്ങനെ അടിക്കുന്ന കൂട്ടത്തിലായിരുന്നു, അടി കൊടുക്കുമായിരുന്നു, അടി കൊടുക്കേണ്ട സാഹചര്യത്തിൽ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഭ്രാന്ത് പോലെ മനുഷ്യന് ഭ്രാന്ത് ഇളകി പോലെ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കാതെ ഇല്ലോജിക്കലായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഉന്നയിച്ച് ഭ്രാന്ത് പോലെ പെരുമാറുമ്പോൾ പിന്നെ നമുക്ക് പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. ഈ അടി എന്ന് പറയുമ്പോൾ ഒരു ഷോക്ക് അടിക്കുന്ന പോലെയാണ്. ആ ഷോക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ ആക്ച്വലി എല്ലാം മാറും. ഇപ്പോൾ പാശ്ചാത്യ സ്വഭാവത്തിലുള്ള മനഃശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ചിലർ പാശ്ചാത്യ രീതിയിലൊക്കെ വളർത്തും. അടിയൊന്നും കൊടുത്തുകൂടാന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞാൽ പണ്ട് കാലത്ത് അടി കൊടുത്ത് വളർത്തിയിട്ടുള്ള കുട്ടികൾ ഭാരതത്തിലെന്ന് പറഞ്ഞാൽ നല്ല അടക്കവും ഒതുക്കവും എളിമയും ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം ഇല്ലാത്ത തലമുറയായിരുന്നു നമ്മുടെ പഴയ ഇന്ത്യയിലുള്ള തലമുറ. ഇന്നത്തെ പാശ്ചാത്യ തലമുറ മൊത്തം മാനസിക രോഗവും സൈക്കാട്രിക് പ്രോബ്ലം. നമ്മുടെ പുതിയ തലമുറയ്ക്കും സൈക്കാട്രിക് പ്രോബ്ലം. ഈ അടി കൊടുത്ത് ഒരു സമയത്ത് അടി കൊടുത്ത് വളർത്തേണ്ട ഒരു പ്രായമുണ്ട്. അവിടെ അടി കൊടുക്കാതെ ഈ പാശ്ചാത്യ സംസ്കാരം അവർക്ക് മൊത്തം മാനസിക രോഗവും ആരും പറഞ്ഞാൽ കേൾക്കാത്ത തോന്നിയ പോലെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു സമൂഹമാണ് അവർ. വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒബീഡിയൻസ് ഇല്ലാത്ത ഒരു ടിപ്പിക്കൽ കൈൻഡ് ഓഫ് സമൂഹമായിട്ട് മാറിയതിന് ഈ അടി കൊടുക്കാത്ത ഒരു കാര്യമുണ്ട്. അപ്പോൾ ഗുരു ഉചിതമായ സമയത്ത് അടി കൊടുത്തിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് കാടൻ അടിയല്ല. അപ്പോൾ ഈ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ അത് ഞാൻ ഇപ്പോഴും എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രാന്തമായിട്ട് ഓരോന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വടിയെടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്ങനെയൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സമയത്ത് ഞാനിങ്ങനെ വരുന്ന സമയത്ത് സഹോദരിയും പുള്ളിക്കാരനും കൂടെയൊക്കെ വഴക്കായി ശ്രീജയെ മാരകമായിട്ട് പുള്ളി അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ചവിട്ടുകയും അങ്ങനെ വളരെ എന്നെ സംബന്ധിച്ച് അത് വളരെ വിഷമമായി. പക്ഷേ ഞാനത് ചോദിച്ചില്ല. കാരണം ചോദിച്ചാൽ എനിക്കറിയാം, ഞാൻ പറഞ്ഞു അവളോട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ സംസാരിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു നീ ചോദിച്ച് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് വിഷമമുണ്ടായി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഈ അസുഖം വരുന്നതിന് 3 മാസം മുമ്പ് ശിഷ്യഭൂത ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രവീൺ, നീ ഗുരുവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു വീട്ടിൽ ചെന്ന് കയറിയവനാണ്. നീ അവിടെ സൂക്ഷിച്ച് നിന്നോളണം, അവർ സത്യമുള്ളവരാണ്, അവിടെ നീ സൂക്ഷിച്ച് നിന്നോളണം എന്നിങ്ങനെ ഒരു വാണിംഗ് ഗുരു കൊടുത്തായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഈ ഒരു അസുഖം ഉണ്ടായി, വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അസുഖം. അപ്പോൾ ആദ്യം അത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖമൊക്കെ വരുമ്പോൾ ആ സാഹചര്യത്തിൽ ഞാനിങ്ങനെ ഈ ഒരു ഗ്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് സങ്കല്പിച്ച് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ മിക്കവാറും സാധാരണ നോർമലായിട്ടുള്ള അസുഖങ്ങളൊക്കെ അങ്ങനെ അങ്ങ് മാറും. കാര്യം സൈക്കോളജിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ സൈക്കോളജിക്കലി ചിന്തിച്ച് വരുന്ന അസുഖങ്ങൾ ഇപ്പോൾ എന്തായാലും ഒരു ആശ്വാസം കിട്ടിയിട്ട് ഇപ്പോൾ മരുന്ന് കഴിച്ചില്ലെങ്കിലും ഈ പറയുന്ന പോലെ 2 ദിവസം കഴിയുമ്പോൾ എല്ലാം നോർമൽ ആകുമല്ലോ. പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളില്ലെങ്കിൽ നോർമൽ ആകുമല്ലോ. അപ്പോൾ മരുന്നെന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന സൈക്കോളജിക്കലി ഒരു ആശ്വാസമാണല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഈ വെള്ളം കൊടുത്ത് മാറ്റി. ഇപ്പോൾ പുള്ളിക്കും ഞാൻ ഇതേപോലെ വെള്ളമൊക്കെ കൊടുത്ത് പുള്ളി വലിയ കാര്യമായിട്ട് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ചെറിയൊരു ആശ്വാസം അപ്പം കിട്ടുമെങ്കിലും പിന്നെയും ഉടനെ തന്നെ ഈ ബുദ്ധിമുട്ടിലേക്ക് വരെയാണ്. അങ്ങനെ അദ്ദേഹം ഈ ഗോകുലത്തിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് വിട്ട് മറ്റേ TB ഹോസ്പിറ്റൽ പുനേനാർക്കോട്ട പോകുന്നു. അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്നു. അവിടെ നിന്ന് RCC പോകുന്നു. അങ്ങനെ പുള്ളിക്ക് ബ്ലഡ് ക്യാൻസറാണ്, ഏറ്റവും മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസർ. അത് പെട്ടെന്ന് വന്ന് 3 മാസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ആൾ മരിച്ചു പോകുമെന്നുള്ള രീതിയിലുള്ള ഏറ്റവും മാരകമായിട്ടുള്ള ബ്ലഡ് ക്യാൻസറാണ്. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്തപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ പുള്ളിക്കാരന് വളരെയധികം പേടി, പുള്ളി വളരെ
ഭയന്നുപോയി. അപ്പോൾ ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തെ എല്ലാ മറ്റ് പിണക്കങ്ങളെല്ലാം കളഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കൊച്ചിനെ കൊണ്ടുപോകുന്ന പോലെയാണ് ഞാൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത്. എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വളരെയധികം സൈക്കോളജിക്കലി ഞാൻ സംസാരിച്ച് കൗൺസിലിംഗ് പോലെ, കാര്യം എനിക്കെന്ന് പറഞ്ഞാൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും അതൊക്കെ പറഞ്ഞ് മാറ്റാനുള്ള ഒരു രീതിയുണ്ട്. അപ്പം ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ വിഷമങ്ങളൊക്കെ മാറ്റി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ ഫ്രീ ആയി. അപ്പോൾ ആ സാഹചര്യത്തിൽ പിന്നെ ഈ അസുഖവുമായിട്ട് മല്ലിടിച്ച് നമ്മളിങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് അദ്ദേഹത്തിന് 7 ഡോസ് കീമോയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അതും സ്ട്രോങ് ആയിട്ടുള്ള, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൈൽഡായിട്ടും ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ 7 കീമോയാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ ഫസ്റ്റ് കീമോ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ 1 മാസത്തോളം നമ്മൾ അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ ബ്ലഡിലെ കൗണ്ടുകളെല്ലാം കുറഞ്ഞ് ഏറ്റവും നോർമലായി ഓൾമോസ്റ്റ് ലൈക്ക് WBCയും പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ അത്രയ്ക്ക് കുറയും. ബ്ലഡൊക്കെ നമ്മൾ ഇൻഫ്യൂസ് ചെയ്യേണ്ടി വരും. ബ്ലഡെല്ലാം അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ കഴിഞ്ഞ് ആ കീമോയുടെ എഫക്റ്റ് കഴിഞ്ഞ് ഈ WBC പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് ഒത്തിരി കൂടുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. അങ്ങനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് അടുത്ത ദിവസമാകുമ്പോൾ വീണ്ടും WBC കൗണ്ട് കൂടുകയാണ് ദ്രുതഗതിയിൽ. 2000 എന്നുള്ള 4000 ആകുന്നു, അടുത്ത ദിവസം വന്നപ്പോൾ 8000 ആകുന്നു, 15000, ഇങ്ങനെ കൂടിക്കൊണ്ട് പുള്ളിക്ക് വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ട് കൂടുന്നു. അപ്പോൾ ഈ കീമോ ഇത്രയും സ്ട്രോങ് കീമോ ചെയ്തിട്ട് ഇനി 1 മാസം അത്ര കഴിഞ്ഞിട്ട് അവർ അടുത്തത് ചെയ്യൂ. അപ്പോൾ ഞാനങ്ങനെ മെയിൻ ഡോക്ടറെ കാണുമ്പോൾ ഈ ഡോക്ടർ പുള്ളിയെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ RCCനകത്ത് അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ പുള്ളി രക്ഷപ്പെട്ടെന്നാണ് പുള്ളി വിചാരിക്കുന്നത്. പുള്ളി സയൻറ്റിഫിക് മെഡിസിൻ അത്രമാത്രം അന്ധമായി വിശ്വസിക്കുകയാണ്. അപ്പം ഡോക്ടർ അദ്ദേഹത്തെ പുറത്തിറങ്ങാൻ പറഞ്ഞിട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ ഏറ്റവും സ്ട്രോങ് കീമോയാണ് കൊടുത്തേക്കുന്നത്, ഇനി ഇത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഇദ്ദേഹത്തിൻ്റെ WBC കൗണ്ട് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇദ്ദേഹത്തെ ഇനി രക്ഷിക്കാൻ കഴിയില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റും, നമ്മളിൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, നിങ്ങൾ അറിയിക്കേണ്ടവരെ എല്ലാം അറിയിച്ചോളൂ, അദ്ദേഹം വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പുറത്തോട്ടിറങ്ങുമ്പോൾ പുള്ളി ഇങ്ങനെ ഉറ്റുനോക്കണം, എന്തായി അഡ്മിറ്റ് ചെയ്യുമോ എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അവരൊന്നും അഡ്മിറ്റ് ചെയ്യില്ല, ചേട്ടൻ വാ ഞാൻ ശരിയാക്കി തരാം, എന്നോടൊപ്പം വാ, ഞാൻ എന്തോ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ. അപ്പോൾ അദ്ദേഹം പേടിച്ചു പോയി, എന്താ ഇത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവരൊന്നും അഡ്മിറ്റ് ചെയ്യില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കം പറഞ്ഞിട്ട് ഞാൻ ശരിയാക്കി തരാം, എന്നോടൊപ്പം വാ എന്നും പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ പുള്ളി എന്തോ എൻ്റെ കൂടൊപ്പം വന്നു. അവിടെ റൂമിൽ പോയപ്പോൾ ഞാൻ സഹോദരിയോട് പറഞ്ഞു, എന്നെ സംബന്ധിച്ച് ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും അന്ധമായൊരു പ്രാർത്ഥനയല്ല, ഞാൻ വളരെ ശാസ്ത്രീയമായിട്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ അഖണ്ഡനാമം എന്ന് പറയുമ്പോൾ അതൊരു മന്ത്രമാണ്, അതൊരു എനർജിയാണ്, അതൊരു ലൈറ്റാണ്, അതും ഒരു കീമോ പോലെയാണ്, സൂക്ഷ്മ തരത്തിൽ ബ്രഹ്മപ്രകാശമാണ്, ദൈവത്തിൻ്റെ പ്രകാശമാണ് ഈ നാമജപത്തിലൂടെ അവിടെ വരുന്നത്. അപ്പോൾ അതൊരു പ്രകാശമാണ്, അതൊരു കീമോ പോലെ അഫക്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ സഹോദരിയോട്, നീ അഖണ്ഡനാമം ഇങ്ങനെ ജപിക്കൂ, അതിനുശേഷം ഈ 3 യാമങ്ങളിൽ എപ്പോഴും തിരികത്തിച്ച് എല്ലാ യാമങ്ങളിലും ഉണർന്നുണർന്ന് തിരികത്തിച്ച് പ്രാർത്ഥിക്കും, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാനും പ്രാർത്ഥിക്കുന്നു, സഹോദരിയും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഖണ്ഡനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആ റൂമിൽ ഇങ്ങനെ കിടത്തി അദ്ദേഹവും പ്രാർത്ഥിക്കുന്നു. നമ്മളിങ്ങനെ നിരന്തരം രാത്രിയൊക്കെ അലാറം വെച്ച് എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ഓരോ ദിവസവും ഇങ്ങനെ ഡബിൾ ഫോഴ്സിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് WBC. അത് കീമോ ഒന്നും ചെയ്യാതെ താഴില്ല. പക്ഷേ അടുത്ത ദിവസം വന്ന് നമ്മൾ ചുമ്മാ വന്നൊന്ന് ടെസ്റ്റ് ചെയ്തപ്പം നേരെ പകുതിയായി. അതിൻ്റെ അടുത്ത ദിവസം ചെക്ക് ചെയ്തപ്പോൾ വീണ്ടും നേരെ പകുതിയായി, നോർമലായി. അപ്പോഴത്തേക്ക് ഈ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നമ്മൾ നോക്കിക്കോളാം, പ്രശ്നമില്ല, പുള്ളി ഓക്കെ ആകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവം ഈ അഖണ്ഡനാമം കൊണ്ട് ജപിച്ച് അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വന്ന അത് പുള്ളിക്കും വളരെ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ പുള്ളി ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോകുമ്പോൾ പുള്ളി ഇങ്ങനെ വളരെ റിലാക്സായി, പുള്ളിക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. അപ്പം ആ സമയത്ത് തന്നെ ഇപ്പോൾ 3 കീമോയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കാര്യം എനിക്ക് തോന്നി ഇദ്ദേഹത്തിൻ്റെ എല്ലാ അവയവങ്ങളും, കിഡ്നിയും കരളും എല്ലാം ഇത് ഇത്രയും സ്ട്രോങ് മെഡിസിനാണ്. ഞാൻ പറഞ്ഞു ഇത് അപകടമാണ്. ഞാൻ സഹോദരിയുടെ അടുത്ത് പറഞ്ഞു, ഇത് അപകടമാണ്, നമുക്കിനി ഹോമിയോ, കാര്യം ഇപ്പം എല്ലാം നോർമലായിട്ടുണ്ട്, ഇനി നമ്മളൊരു പോസിറ്റീവ് ലൈഫ് സ്റ്റൈലും നമ്മുടെ കുറച്ച് യോഗയും പ്രാണായാമവും നമ്മളൊരു പോസിറ്റിവിറ്റിയും നല്ല ഫുഡും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ പോരെ, ഇനി ഇങ്ങനെയുള്ള ഈ കീമോ ചെയ്ത ഇവർ പറയുന്ന മൊത്തം ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അപകടമാണെന്ന് ഞാൻ സഹോദരിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഒരു ഗുരുവിനോടൊന്ന് പോയി ചോദിക്കും, ഹോമിയോ മെഡിസിൻ നമുക്ക് ഇനി ചികിത്സിക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് നല്ല പോസിറ്റീവായിട്ട് യോഗയും മെഡിസിനും പ്രാണായാമവും ഒരു പോസിറ്റീവ് ലൈഫിൽ ജീവിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ സഹോദരി പോയി ചോദിച്ചപ്പോൾ ഗുരു
തലയാട്ടി ഗുരു പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഹോമിയോ മെഡിസിൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ സമ്മതിക്കില്ല. പുള്ളിക്കാരന് ഒരു രീതിയിലും താല്പര്യമില്ല. പുള്ളിക്കാരൻ അവിടെ നിന്ന് വിളി വരുമ്പോൾ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു. ഒരു നിവർ എത്ര പറഞ്ഞിട്ടും പുള്ളി സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞ് ചേട്ടാ ഇത് അപകടമാണെന്നൊന്നും പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. പുള്ളി വണ്ടിയിൽ കയറി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്ന് അഡ്മിറ്റായി. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ എന്ത് കാര്യം ഞാനിങ്ങനെ ഇൻറ്റൻസ് ആയിട്ട് എനിക്ക് ഈ ആളിനെ എങ്ങനെ രക്ഷിക്കണം. കാര്യം ഒരാൾക്ക് അപകടം വരുന്നു, നമ്മുടെ വീട്ടിലൊരാൾക്ക് അപകടം വരുന്നു, നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പുള്ളി വിചാരിക്കുന്ന പുള്ളിക്ക് എനിക്കെന്തോ പുള്ളി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്. കാര്യം എനിക്കെന്തോ ഭയന്നിട്ടാണ്. അപ്പോൾ പുള്ളി ആ രീതിയിൽ എന്നിട്ട് ഞാനിങ്ങനെ മെഡിസിൻ പല ഞാനിങ്ങനെ പുള്ളി ചുമച്ച് എന്ന് പറഞ്ഞാൽ പുള്ളി ചുമക്കുന്നതെന്ന് പറഞ്ഞാൽ തൊണ്ട പൊട്ടി തെറിച്ചാലും പുള്ളി ചുമയ്ക്കും. നമ്മളൊക്കെ കൊച്ചു പ്രായത്തിലെ അങ്ങനെ ചുമയ്ക്കും. അപ്പം ഞാൻ പറഞ്ഞ് അങ്ങനെ ചുമയ്ക്കാൻ പാടില്ല, നമ്മുടെ ശരീരമൊക്കെ ഇളകി. അപ്പം നമ്മൾ കഫത്തിന് പിന്നെ കോഫ് സിറപ്പ് കൊണ്ട് കൊടുക്കും. അങ്ങനെ നമ്മളിപ്പോൾ അത്യാവശ്യം കൊച്ചു ചികിത്സകളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ ഇതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പുള്ളി ആദ്യ സമയത്ത് അവനില്ലെങ്കിൽ നമുക്ക് എന്താകുമെന്നൊക്കെ സഹോദരി എടുത്ത് പറഞ്ഞ കാര്യം എല്ലാ കാര്യങ്ങളും ഞാനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യുന്നത്. ഞാൻ ഒരു രക്ഷകർത്താവിനെ പോലെയാണ് എല്ലാം ചെയ്യുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ പുള്ളി അത് വലിയ കാര്യമായിട്ട് പറഞ്ഞെങ്കിലും പിന്നെ എല്ലാവർക്കും എന്നോട് ഒരു താല്പര്യം എന്ന് കണ്ടപ്പോൾ പുള്ളിക്ക് അതും ഒരു ദേഷ്യം. അപ്പോൾ എൻ്റെ അടുത്ത് എന്തോ ഒരു ദേഷ്യം, ഒരു അകാരണമായിട്ട് പുള്ളിക്കൊരു ദേഷ്യം. അപ്പോൾ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി വളരെ റിലാക്സ് ആയിട്ട് ചിരിച്ചുകൊണ്ട് ടി വി ഒക്കെ കണ്ട് ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഒത്തിരി കൗണ്ടൊക്കെ കൂടുന്നു. അപ്പോൾ ഡോക്ടർ എന്നെ വഴക്ക് പറഞ്ഞു, ഇതെന്താ ഇത്, ഇയാൾക്ക് ഇടയ്ക്ക് വേറെ ചില സിംറ്റംസ്, ഈ ചികിത്സയുടെ ഇടയ്ക്ക് വേറെ ചില കൈക്ക് പ്രോബ്ലം വരുന്നു, അങ്ങനെയൊക്കെ വരുന്നപ്പോൾ ഇദ്ദേഹം അപ്പോഴും നിരാശയും തമാശയൊക്കെ പറഞ്ഞു. ഇദ്ദേഹം ആ സമയത്ത് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് കെയർലെസ് ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതൊന്ന് പ്രാർത്ഥിക്കണം, ഇത്രയും വലിയൊരു കർമ്മഗതി, ഇത്രയും വലിയൊരു ദോഷമാണ്, മരിക്കാനുള്ളതാണ്. നമ്മൾ ഇത്രയ്ക്ക് ഇങ്ങനെ റിലാക്സ് ആയി ടി വിയും കണ്ട് സിനിമയൊക്കെ ആയിട്ട് ഇരിക്കാതെ സദാസമയം ഒത്തിരി പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഉപദേശിക്കുമ്പോൾ വണ്ടിയിലിരുന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറയും, നീ എന്നെ ഉപദേശിക്കാൻ വരണ്ട, നീ ആര്, നിനക്കൊരു വിചാരമുണ്ട്, നിനക്ക് ഭയങ്കര ആധ്യാത്മികത, നിനക്ക് അങ്ങനെ എങ്ങനെയാണ്, നീ എന്നെ ഉപദേശിക്കാനൊന്നും വരണ്ട എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതെന്താ, ചേട്ടന് വേണ്ടിയല്ലേ നീ എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ പറഞ്ഞു മരിച്ചു പോകും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കാം, മരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടുമെന്ന് പറഞ്ഞ് ഡോറ് തുറന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തൊരു സ്വഭാവം. ഞാൻ പറഞ്ഞു ഞാനിനി പറയുന്നില്ല, കാരണം എനിക്ക് ഇത് ഉറപ്പുണ്ട്. കാര്യം ഇത് ഇത്രമാത്രം പ്രാർത്ഥിച്ച് എടുത്താൽ മാത്രമേ ഇത് രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ഇതൊരു വലിയ മരിക്കാൻ വേണ്ടി വന്ന അസുഖമാണെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. കാരണം അത്രയ്ക്ക് ഒരു എക്സ്പ്ലോഷൻ നടക്കുന്ന പോലെയാണ് ഈ കൗണ്ടുകളൊക്കെ കൂടുന്നത്. അപ്പോൾ ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു ഊർജം പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് മനസ്സിലായി. അപ്പം കൂടാതെ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മുൻജന്മവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെന്താണ് ഇതിൻ്റെ കോസ്, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കർമ്മദോഷം എന്നൊക്കെയുള്ള വിഷയം എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ പണ്ട് കാലത്ത് ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഓരോ രോഗത്തിനും ഗുരു പോയി അവരുടെ ധ്യാനിച്ച് നോക്കുമ്പോൾ അത് മുൻജന്മത്തിൽ എന്തായിരുന്നു എൻ്റെ മിസ്റ്റേക്ക് എന്നൊക്കെ ഗുരു കണ്ടുപിടിക്കുന്ന ഒരു പണ്ട് കാലത്ത് അത് നമുക്ക് നിരന്തരം കേൾക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വശത്ത് ഇതിൻ്റെ ഒരു കോസും മറ്റ് വിഷയവും എനിക്ക് മനസ്സിലായി. അപ്പോൾ അത്രയ്ക്ക് തീവ്രമായ ഒരു വിഷയമാണ്, വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. അത്രയ്ക്ക് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഈ ഒരു കർമ്മഗതിക്ക് ചേഞ്ച് ഉണ്ടാവൂ എന്ന് മനസ്സിലായി. പുള്ളി അത് കേൾക്കുന്നില്ല. അവസാനം ഞാൻ ഗുരുവിനോട് പർണശാലയിൽ വന്ന് പ്രാർത്ഥിച്ചു, ഗുരുവേ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു, ഇനി ഗുരു എന്താണോ ഗുരുവിൻ്റെ ഇച്ഛ പോലെ ചെയ്യണേ എന്ന് പറഞ്ഞു. ആ ഗുരു ഏറ്റെടുക്കണേ, എന്നെ കൊണ്ട് പറ്റുന്നില്ല, അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. കാര്യം ഇത് മാറണമെന്ന് പറഞ്ഞ് ഇത്ര അഗാധമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് വേദന, ഞാൻ പറയുന്നൊന്നും അനുസരിക്കാതെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വേദന ഉണ്ടാവുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ എല്ലാം എങ്ങനെ ശരിയാക്കാം, അത് ചെയ്യുമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഞാൻ പറയുന്ന കേൾക്കാതെ വരുമ്പോൾ എനിക്ക് വേദന. അപ്പോൾ എനിക്ക് റിലാക്സ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഗുരുവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം ഏറ്റെടുക്കട്ടെ, അല്ലെങ്കിൽ ഗുരു ഏറ്റെടുക്കട്ടെ. ആ രീതിയിൽ ഞാൻ എന്നെ ഫ്രീ ആക്കാൻ വേണ്ടി, കാര്യം എനിക്ക് അനുസരിക്കാതെ വരുമ്പോഴുള്ള വിഷമം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഈ 6ാമത്തെ കീമോ കഴിഞ്ഞു 7ാമത്തെ കീമോയിലോട്ടൊക്കെ കടക്കുമ്പോൾ ഇദ്ദേഹം വളരെ ഫിറ്റായി. ഇദ്ദേഹം കാറൊക്കെ ഓടിച്ചു പോകുന്നു, സ്വന്തമായിട്ട് എല്ലാം ചെയ്യുന്നു, നോർമലായി കഴിഞ്ഞു. ഇദ്ദേഹം വളരെ ഫിറ്റായി. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ, ആ പുള്ളിയെ ചികിത്സിക്കുന്ന ഡോക്ടർ നമ്മുടെ ഒരു അങ്കിളിൻ്റെ ഒരു റിലേറ്റീവ് മുഖാന്തരം അവർക്ക് പരിചയമുണ്ട്. അപ്പോൾ അവർ വിളിച്ചിങ്ങനെ രഹസ്യമായിട്ട് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് ഈ വ്യക്തിക്ക് ഒരു പ്രത്യേക രീതിയിൽ മാറ്റമുണ്ട്, മറ്റെല്ലാ പേഷ്യൻസിനേക്കാളും ഇദ്ദേഹത്തിന് നല്ല മാറ്റമുണ്ട്, അദ്ദേഹം കഴിഞ്ഞു പോകുമെന്ന് നമ്മൾ വിചാരിച്ചതാണ്, പക്ഷേ അത്ഭുതകരമായി പുള്ളി രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ആ ഡോക്ടർ വരെ പറഞ്ഞത്. അപ്പം അവസാനം പിന്നെ ഇദ്ദേഹത്തിന് ഇറച്ചിയും മീനും എല്ലാം കൊടുക്കാൻ ഗുരു അനുവദിച്ചു. അദ്ദേഹം അതെല്ലാം കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അവസാനം ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ലാസ്റ്റ് കീമോയുടെ മരുന്ന് റിയാക്ഷനായി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെ സൈഡ് ഇഫക്ട്സ് ഉണ്ട്, നമുക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ കൈ ഒഴിയുന്നു. അപ്പം
ഞാനിങ്ങനെ വിഷമിച്ച് ഇത് എന്ത് ചെയ്യും, അവസാനം ഇത് ഏറ്റവും മാരകമായിട്ടും വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ കരിഞ്ഞു ഉണങ്ങി അൺകോൺഷ്യസായി ബോധമില്ലാതെയൊക്കെ ആയപ്പോൾ ഞാൻ പിന്നെ അവസാനം ഒന്നുകൂടി ഗുരുവിനെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. ഞാൻ വളരെ ഇൻറ്റൻസായിട്ട് ഗുരുവിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, ഞാനിങ്ങനെ ധ്യാനിച്ച് ഇദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി ഇങ്ങനെ വളരെ അഗാധമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങനെ ആകുന്നതായിട്ട് കണ്ടു. അതായത് എൻ്റെ ശരീരത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ വിമിഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഇങ്ങനെ വന്ന് ഞാൻ ആ അവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അന്നത്തെ സമയത്ത് എനിക്ക് നമ്മൾ ഈ പ്രാണിക് ഹീലിങ്ങിലൊക്കെ നമ്മളൊരു മീഡിയമാണ്, ദൈവമാണ് ഇതെല്ലാം മാറ്റുന്നത്, അല്ലെ നമ്മളൊരു മീഡിയമായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുള്ളൊരു അറിവ് എനിക്ക് അന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പോലെ പ്രാർത്ഥിക്കുമ്പോൾ അവസാനം നമ്മൾ ഈ സ്റ്റേറ്റിലേക്ക് വന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു. ആ പ്രാർത്ഥനയിൽ അതേപോലത്തെ ബുദ്ധിമുട്ടുകൾ എനിക്കിങ്ങനെ അനുഭവപ്പെടുന്നു. അപ്പോൾ എൻ്റെ അമ്മയുടെ ജീവൻ്റെ ഒരു പ്രാർത്ഥന ഞാൻ കേൾക്കുന്നു. അയ്യോ എൻ്റെ മോനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ ജീവൻ്റെ ഒരു പ്രാർത്ഥന, അതായത് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുള്ളൊരു പ്രാർത്ഥനയും കേൾക്കുന്നു. അവസാനം ഞാൻ ഗുരുവെ ഇതെന്ത് ചെയ്യുമെന്നറിയാതെ ധർമ്മസങ്കടത്തിൽ ഞാൻ ആ പ്രാർത്ഥന ഉപേക്ഷിച്ചു. ഗുരു എന്താണോ ഗുരു നിശ്ചയം അതുപോലെ വരണം എന്ന് പറഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന അവിടെ വെച്ച് നിർത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ ഇങ്ങനെ പോകുകയാണ്. ഈ അസുഖം കാരണം അങ്ങനെ ജീവൻ പോകുന്നു. അങ്ങനെ അവസാനം ഞാൻ അദ്ദേഹത്തിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് അടക്കുന്ന ആ ദിവസം ഈ ഗുരുദർശനത്തിൽ അന്ന് രാവിലെ 4 മണിക്ക് ഗുരു ഇങ്ങനെ വന്നിട്ട് എല്ലാം നടക്കേണ്ടത് നടന്നു, എല്ലാം നല്ലതിനാണ് എന്ന് പറഞ്ഞ് ഗുരു ഇങ്ങനെ സംസാരിക്കുന്നതും, അപ്പോൾ നമ്മുടെ സഹോദരി അതെന്താ ഗുരുവേ എന്നും പറഞ്ഞിങ്ങനെ വിഷമിച്ച് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ സഹോദരിയെ ചവിട്ടി ഇങ്ങനെ വഴക്ക് പറഞ്ഞു, ഗുരു എന്താ പറയുന്നത് അതാണ് ശരി എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതും, അപ്പോൾ അവൾക്കത് മനസ്സിലായി എന്ന് പറഞ്ഞ് അവൾ ഇങ്ങനെ പറയുന്നതായിട്ടും, അപ്പോൾ ഗുരു ഇങ്ങനെ വിഷമിച്ച് തിരിച്ച് നടക്കുന്നതായിട്ടും കണ്ടു. അപ്പോൾ ആ സമയത്ത് തന്നെ അദ്ദേഹം ഈ മരിച്ച ശരീരത്തിൽ നിന്ന് അദ്ദേഹം എണീറ്റ് വരുന്നതായിട്ട് ഞാൻ കണ്ടു ആ സ്വപ്നത്തിൽ. അപ്പോൾ മരിച്ച ശരീരത്തിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇനി മരിച്ച ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമോ, ഇതെന്താണത്? അപ്പോൾ പക്ഷെ അത് നമ്മളൊരു സ്വപ്നമായിട്ടങ്ങ് കളഞ്ഞു. പക്ഷെ പിൽക്കാലത്ത് നമ്മുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അടക്കവും എല്ലാം കഴിഞ്ഞെങ്കിലും അമ്മ ഇങ്ങനെ നിരന്തരം പറയും അദ്ദേഹം ഇവിടെ ഉണ്ട്. അമ്മയെ സംബന്ധിച്ച് ഈ ദർശന സ്വഭാവത്തിലൊക്കെ ചില കാഴ്ചകൾ അല്ലെങ്കിൽ സൂക്ഷ്മ ശക്തികളെയൊക്കെ ആ രീതിയിൽ ചില വിഷൻസ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അമ്മ നിരന്തരം പറയുന്നു അദ്ദേഹം നമ്മുടെ വീട്ടിലുണ്ട്, ഇങ്ങനെ ശല്യം ചെയ്യുന്നു, അവിടെ വന്നിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ നമ്മുടെ ഈ സൂക്ഷ്മ സ്വഭാവത്തിൽ ഈ നമ്മുടെ ജീവൻ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് പോയില്ലെങ്കിൽ ഈ ആസ്ട്രൽ ബോഡി ഈ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. പിതൃലോകത്തേക്ക് പോകാതെ ഈ ആസ്ട്രൽ ബോഡി ഈ വീട്ടുമായിട്ട് ചുറ്റുപറ്റി തന്നെ നിലനിൽക്കുമെന്ന് നമ്മളിങ്ങനെ പറയാറുണ്ട്. അതാണ് ഈ പ്രേതം എന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്ന ഒരു സ്വഭാവം ഇതാണ് സൈക്കോളജിക്കലി. അപ്പോൾ ഈ ആസ്ട്രൽ ബോഡി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ആസ്ട്രൽ ബോഡിയെ സംബന്ധിച്ച് നമ്മുടെ ഈ ഫിസിക്കൽ ബ്രെയിൻ ഇല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചു വെച്ച സംസ്കാരങ്ങളും അറിവും അല്ലെങ്കിൽ മെമ്മറിയും ഇപ്പോൾ മരിച്ചെന്ന് പോലും അവർക്ക് അറിയണമെന്നില്ല. ഫിസിക്കൽ ബ്രെയിൻ ഇല്ലെങ്കിൽ മെമ്മറി ഒന്നുമില്ല. അപ്പോൾ ഫിസിക്കൽ ബ്രെയിൻ ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ മോറൽ വാല്യൂസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവരെന്താണോ തോന്നുന്നത്, അവരുടെ ആ ഒരു ബാലിശമായ മൈൻഡിൽ എന്താണോ തോന്നുന്നത് അതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കും. ആ ജീവൻ ഏത് രീതിയിലുള്ള അറിവാണോ ആ ആറ്റിറ്റ്യൂഡിലായി പോകും. അപ്പോൾ ഒരു സാത്വികമായ ജീവനാണെങ്കിൽ വളരെ സാത്വികമായിട്ടുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഏത് ജീവൻ എന്ത് രീതിയിലാണോ ക്വാളിറ്റി അതുപോലെ ആയിപ്പോകും. വേറെ കൂടുതൽ ചിന്തയും കാര്യങ്ങളും ഓർമ്മയും മെമ്മറിയും ഒന്നുമില്ല. അവരിങ്ങനെ പാറി നടക്കും, മരിച്ചെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് ആ ഒരു സ്വഭാവത്തിലാണ് ഇങ്ങനെയുള്ള അസ്തിത്വങ്ങൾ. അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ നിരന്തര ശല്യമായപ്പോൾ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പിന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെന്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് തന്നെ ഞാനിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റിൽ വന്നിട്ട് പെട്ടെന്ന് ഇദ്ദേഹത്തെ കാണാൻ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മളും ഒരു സൂക്ഷ്മ രൂപത്തിലായിട്ട് ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ഇദ്ദേഹം നടന്നു വരും. അപ്പം ഞാൻ ചോദിക്കുന്നു ചേട്ടാ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പുള്ളി എന്നോട് സംസാരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ മരിച്ചുപോയി, ചേട്ടൻ ഗുരുവിൻ്റെ അടുത്തോട്ട് പോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറയുന്നു ഞാൻ മരിച്ചോ എന്നും പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ അതിശയിച്ച് എന്നെ നോക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ മരിച്ചു, ചേട്ടൻ ഗുരുവിൻ്റെ അടുത്ത് പോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നിട്ട് അഖണ്ഡനാമം ജപിച്ചിട്ട് ഞാൻ പറഞ്ഞു അഖണ്ഡനാമം ജപിക്കൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അന്തം വിട്ട് അഖണ്ഡനാമം ജപിക്കുന്നതും അദ്ദേഹം ഒരു പ്രകാശം ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ശരീരം ലയിച്ച് പ്രകാശമായിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ അഖണ്ഡനാമം ജപിക്കുന്നതായിട്ട് എനിക്കിങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവരെല്ലാവരും കിടന്നുറങ്ങുകയാണ്, ബാക്കി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഈ അഖണ്ഡനാമം അന്തരീക്ഷത്തിൽ മുഖരിതമായിട്ട് കേൾക്കുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് ലയിച്ചില്ലാതെ. അപ്പോൾ സൂക്ഷ്മമായ ഒരു മണ്ഡലത്തിലാണ് ഇത്, നമ്മുടെ സ്ഥൂലമായ ഡയമെൻഷൻ അല്ല. അപ്പോൾ സൂക്ഷ്മമായ മണ്ഡലത്തിൽ അപ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം
അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം ഇതാണ്. അപ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ആശ്രമ സ്വഭാവത്തിൽ ഇപ്പോൾ ജോലിയായാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ വന്നാലും നമ്മളൊരു പ്രാർത്ഥനാ സ്വഭാവത്തിൽ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗുരുവാക്കനുസരിച്ച് നിന്നില്ലെങ്കിൽ, നമ്മൾ വളരെയധികം സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ കർമ്മഗതികളെല്ലാം നമുക്ക് അതുപോലെ തന്നെ വരും. ഇപ്പം ഇത് ഓരോരുത്തരുടെയും കർമ്മഗതികളാണ്. ആരും ഇതിനകത്തുനിന്ന് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇതിപ്പോൾ നാളെ എനിക്കായാലും നിങ്ങൾക്കായാലും ആർക്കായാലും അവനവൻ്റെ കർമ്മഗതിയിൽ നമ്മൾ ഗുരുവാക്കനുസരിച്ച് വളരെ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ ഇതിനകത്തെല്ലാം നമുക്ക് അപകടം വരും. അവിടെ ഇപ്പോൾ നമ്മൾ മറ്റ് പല പല കാര്യങ്ങളുടെ പിറകെ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു സ്വഭാവത്തിൽ വരുമ്പോൾ, ആശ്രമ സ്വഭാവത്തിൽ നമ്മൾ ചെയ്യേണ്ട രീതിയിലെല്ലാം ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഗുരുവാക്കനുസരിച്ചൊക്കെ ജീവിച്ച് ശരിയായിട്ട് ശാന്തമായിട്ട് എളിമയോടെ സ്നേഹത്തോടെ സഹിഷ്ണുതയോടെയൊക്കെ പോയില്ലെങ്കിൽ നമുക്ക് വരുന്നതെല്ലാം നമ്മുടെ കർമ്മഗതിയുടെ വശത്തുള്ള കാര്യങ്ങളായിരിക്കും. അതെല്ലാവരും ഓർത്തുകൊണ്ട് വേണം നമ്മളൊക്കെ ജീവിക്കാൻ. അപ്പോൾ ഇത് ആരുടെയും ഒരു കുറ്റമായിട്ടോ കുറവായിട്ടോ അല്ല, നമ്മളൊരു അനുഭവം നമുക്ക് നേരിട്ട് മനസ്സിലായ ഒരു അനുഭവം ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓരോ വീട്ടിലും ഗുരുവിനെ പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുന്ന ഓരോ വീട്ടിലും നിന്നാൽ എങ്ങനെ സൂക്ഷിക്കണം എന്ന് ശിഷ്യഭൂത പറഞ്ഞു. അപ്പോൾ ഒരു വീട്ടിൽ നിന്നാൽ എങ്ങനെ സൂക്ഷിക്കണം, അപ്പോൾ ആശ്രമത്തിൽ നിന്നാൽ എങ്ങനെ സൂക്ഷിക്കണം, അപ്പോൾ ഓരോരുത്തരും നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കണം, എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ ജീവിക്കണം, അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ, എന്തെങ്കിലും കള്ളത്തരങ്ങളും കാപട്യങ്ങളും ഒക്കെ ചെയ്താൽ, തെറ്റിച്ചാൽ എന്താണ് നമുക്ക് ഓരോരുത്തരെയും നമ്മളെ കാത്തിരിക്കുന്ന വിപത്തുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോരുത്തരും സംസാരിക്കാൻ. അപ്പോൾ ഈ അറിയാത്ത സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ പല പല സോഴ്സിൽ നിന്ന് നമ്മളിത് അറിയിച്ചു തരും. അത് അറിയിച്ചിട്ടും നമ്മൾ തിരുത്താൻ തയ്യാറാകാതെ നമ്മൾ ഇവിടെ നിന്ന് തെറ്റിച്ചാൽ, ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന്, ഈ ബ്രഹ്മസന്നിധാനത്ത് നിന്ന്, ഗുരുവിൻ്റെ സങ്കല്പത്തിൻ്റെ ഭൂമിയിൽ നിന്ന് നമ്മൾ തെറ്റിച്ചാൽ അത് എത്രമാത്രം തനിക്കും തൻ്റെ കുടുംബത്തിനും നാടിനും വീടിനും ലോകത്തിനും ഒക്കെ തിന്മയായിട്ട് അത് മാറും. അല്ലെങ്കിൽ അതിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ആ രീതിയിൽ എങ്ങനെ സൂക്ഷിക്കണമെന്നും, എങ്ങനെ പ്ലാൻ ചെയ്യാതെ, കുതന്ത്രങ്ങൾ ചെയ്യാതെ, കള്ളവും കാപട്യവും ഒന്നും ചെയ്യാതെ, സത്യമായിട്ട് സ്നേഹമായിട്ട് ശാന്തമായിട്ട് ഐശ്വര്യമായിട്ട് ഗുരുവാക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനൊരു വഴിയുള്ളപ്പോൾ, ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വഴിയുള്ളപ്പോൾ നമ്മൾ എന്തിന് നമ്മുടെ പേഴ്സണൽ മൈൻഡിൻ്റെ കുതന്ത്രങ്ങളുടെ പിറകെ പോകണം ഓരോരുത്തരും? അപ്പം നമ്മുടെ പേഴ്സണൽ സ്വാർത്ഥതയും കള്ളത്തരവും കാപട്യത്തിൻ്റെയും നമ്മുടെ അറിവില്ലായ്മയുടെയും, നമുക്ക് അറിവുണ്ടെന്ന് തോന്നുന്ന തന്നെ അഹങ്കാരത്തിൻ്റെ വശത്തു നിന്നാണ്, നമ്മുടെ അറിവില്ലായ്മയുടെയും നമ്മുടെ അജ്ഞതയുടെയും നമ്മൾ മനസ്സിലാക്കിയ ആത്മീയതയും ഇതെല്ലാം ഒരു പറ്റിപ്പിൻ്റെ അല്ലെങ്കിൽ മനസ്സിൻ്റെ അഹന്തയുടെ ഒരു കള്ളത്തരമാണെന്ന് മനസ്സിലാക്കിയിട്ട് ബോധത്തിൻ്റെ തലത്തിൽ എങ്ങനെ ആ ഉപരിയായിരിക്കുന്ന ജ്ഞാനം ദൈവം നമുക്ക് പകർന്നു തരുമെന്നും ആ വെളിച്ചത്തിലാണ് നമ്മൾ, ആ ശാന്തമായ സ്നേഹമായ കരുണാർദ്രമായ ആ വെളിച്ചത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കേട്ടിട്ടില്ലേ? അതായത് നമ്മൾ ഏത് തെറ്റ് ചെയ്താലും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ദോഷം ഉണ്ടെങ്കിലും അത് ഗുരുവിനെ മാറ്റിത്തരാൻ പറ്റും. ഗുരുവിനെ പ്രാർത്ഥിച്ച് ഗുരുവിൽ നിന്ന് അത് മാറ്റിത്തരാൻ പറ്റും. പക്ഷെ ഗുരുനിന്ദ ചെയ്താൽ അത് മാറ്റാൻ ഈ ലോകത്ത് ആരുമില്ലെന്നാ പറയുന്നത്. ദൈവത്തിന് പോലും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഗുരു. കാരണം ഗുരു എന്ന് പറയുന്നത് സാക്ഷാൽ പരബ്രഹ്മം എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അതാണ്.